ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമറിസവും എന്ന് പറയുന്ന നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം 9ാം ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ട് ഒരു ഓർഗാനിക് ചാപ്റ്റർ നമ്മൾ പഠിച്ചിരുന്നു. കാർബണും അതിന്റെ കോമ്പൗണ്ടുകളും അതിന്റെ നാമകരണവും ഒക്കെ നമ്മൾ 9ാം ക്ലാസ്സിൽ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു തുടർച്ച എന്ന രീതിയിലാണ് ഈ ചാപ്റ്ററും അടുത്ത ചാപ്റ്ററും ഒക്കെ നമുക്ക് വരുന്നത്. അപ്പൊ ഈ രണ്ട് ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചാൽ മാക്സിമം മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ചാപ്റ്റർ പഠിച്ചുകൊണ്ട് പോകണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്ററിലോട്ട് കടക്കാം. ഈ ചാപ്റ്ററിന്റെ മെയിൻ പോയിന്റുകളിലേക്ക് വരുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ അറിയേണ്ട കുറച്ച് 9ാം ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി പഠിച്ച കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒന്ന് എന്ത് ചെയ്യണം, ഓർത്തെടുക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം നമുക്കറിയാം, ഓർഗാനിക് കെമിസ്ട്രി അല്ലെങ്കിൽ ഓർഗാനിക് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തന്നെ എന്തുമായി ബന്ധപ്പെട്ടതാണ്? കാർബണും അതിന്റെ സംയുക്തങ്ങളും കാർബണും അതിന്റെ കോമ്പൗണ്ടുകളുമായി ബന്ധപ്പെട്ടതാണ് ഈ ചാപ്റ്റർ, അല്ലെ? നമുക്കറിയാം, നമുക്ക് 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ജസ്റ്റ് ഒന്ന് പറയാന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ കാർബൺ എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, കാർബൺ എന്ന് പറയുന്ന ഒരു എലമെന്റ്, ആ കാർബണിന് ചുറ്റും എപ്പോഴും എത്ര ബോണ്ടുകൾ ഉണ്ടാവും എന്നുള്ളത് ഓർക്കണം. 4 ബോണ്ടുകൾ. എന്തുകൊണ്ടാണ്? അതിന്റെ വാലൻസി സംയോജകത എന്ന് പറയുന്നത് എത്രയാണ്? 4ആണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും 4 ബോണ്ടുകൾ അതിന് ചുറ്റും ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. അതിന് കൂടാനോ പാടില്ല, കുറയാനോ പാടില്ല. അത് ബേസ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. വാലൻസി 4ആണ് കാർബണിന്റെ. അതുകൊണ്ട് തന്നെ എപ്പോഴും 4 ബോണ്ടുകൾ അതിന് ചുറ്റും ഉണ്ടാവും. എന്താണ് ഈ 4 ബോണ്ടുകൾ എന്ന് പറഞ്ഞാൽ? ഈ 4 ബോണ്ടുകളും കോവലന്റ് ബോണ്ടുകളാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അയോണിക് ബോണ്ടും കോവലന്റ് ബോണ്ടും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? അയോണിക് ബോണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ കോവലന്റ് ബോണ്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട്. സഹസംയോജക ബന്ധവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ 4 ബോണ്ടുകളും എന്താണ് ഉണ്ടായിട്ടുള്ളത്? കോവലന്റ് ബോണ്ട് സഹസംയോജക ബന്ധനം വഴിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചു വരുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഈ 4 ബോണ്ടുകളും എപ്പോഴും കാർബണിന് ചുറ്റും ഉണ്ടാവും എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമ്മൾ ഓർത്തു വെക്കണം. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചു വെക്കേണ്ടത് 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഹൈഡ്രോ കാർബണുകളെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഹൈഡ്രോ കാർബണുകളെ നമ്മൾ രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തതായിട്ട് 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ഒന്ന് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ അഥവാ പൂരിത ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ അഥവാ പൂരിത ഹൈഡ്രോ കാർബണും അതുപോലെ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ അഥവാ അപൂരിത ഹൈഡ്രോ കാർബൺ എന്നിങ്ങനെ രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്നാണ് പൂരിത ഹൈഡ്രോ കാർബണും രണ്ടാമത്തേത് അപൂരിത ഹൈഡ്രോ കാർബണും. സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണും അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്നായിട്ട് രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തിന്റെ ബേസിലാണ് ഈ ക്ലാസിഫിക്കേഷൻ? നമുക്കറിയാം, നമ്മൾ 3 ടൈപ്പ് ബോണ്ടുകൾ, കോവലന്റ് ബോണ്ട് അഥവാ സഹസംയോജക ബന്ധനം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ഏകബന്ധനമാണ്, സിംഗിൾ ബോണ്ട്. ഒന്ന് ഏകബന്ധനമാണ് സിംഗിൾ ബോണ്ട്. ഒന്ന് ദ്വിബന്ധനമാണ്, ഡബിൾ ബോണ്ട്. മറ്റൊന്ന് ത്രിബന്ധനമാണ്, ട്രിപ്പിൾ ബോണ്ട്. ഇങ്ങനെ 3 രീതിയിലുള്ള സഹസംയോജക ബന്ധനങ്ങൾ അഥവാ കോവലന്റ് ബോണ്ടുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ തരത്തിലുള്ള കോവലന്റ് ബോണ്ട്സ് നമ്മുടെ ഹൈഡ്രോ കാർബണുകളിൽ വരിക. എന്താ ഹൈഡ്രോ കാർബൺ എന്ന് വെച്ചാൽ? കാർബണും ഹൈഡ്രജനും വരുന്ന കോമ്പൗണ്ടുകളാണ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തില് ഈ 3 ബന്ധനങ്ങളും നമ്മുടെ ഹൈഡ്രോ കാർബൺസിൽ വരുമ്പോൾ അതിന്റെ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. ഹൈഡ്രോ കാർബണിൽ സിംഗിൾ ബോണ്ട് ആണ് വരുന്നത് എങ്കിൽ, എന്ന് വെച്ചാൽ ഏകബന്ധനമാണ് നമ്മുടെ ഹൈഡ്രോ കാർബണിൽ വരുന്നത് എങ്കിൽ, എന്ന് വെച്ചാൽ സിംഗിൾ ബോണ്ട് മാത്രം വരുന്ന ഹൈഡ്രോ കാർബണുകളെ നമ്മൾ എന്ത് ചെയ്യും? സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ അഥവാ പൂരിത ഹൈഡ്രോ കാർബൺ ആണ് ഉൾപ്പെടുത്തുക. ഇനി ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വരുന്നവ എന്ന് വെച്ചാൽ അതിന് മൾട്ടിപ്പിൾ ബോണ്ട് എന്ന് പറയാം. ഡബിൾ ബോണ്ടോ എന്ന് വെച്ചാൽ ദ്വിബന്ധനമോ ത്രിബന്ധനമോ വരുന്ന എന്ന് വെച്ചാൽ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വരുന്ന
ഹൈഡ്രോ കാർബൺസിനെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിലാണ്. ഇതാണ് അപൂരിത ഹൈഡ്രോ കാർബണിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്, ജസ്റ്റ് ഒന്ന് പറയുന്നു എന്ന് മാത്രം. ഇനി നമ്മൾ ഒന്നും കൂടെ കാര്യം കൂടെ ഓർത്തു വെക്കേണ്ടത്, നമ്മുടെ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിൽ സിംഗിൾ ബോണ്ട് വരുന്ന കോമ്പൗണ്ടുകളുടെ ജനറൽ ഫോർമുല CnH2n+2 എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. CnH2n+2 എന്നാണ് എന്നും ഡബിൾ ബോണ്ട് വരുമ്പോൾ അതിന്റെ ജനറൽ ഫോർമുല CnH2n എന്നാണെന്നും നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. CnH2n എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ട്രിപ്പിൾ ബോണ്ട് വരുമ്പോൾ അതിന്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് CnH2n-2 എന്നാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാ അറിയണമെന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യനുകൾ വരുമ്പോൾ ഇതെല്ലാം അറിഞ്ഞിരിക്കണം. പക്ഷെ ഇത് ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമ്മൾക്ക് ഒരു കെമിക്കൽ ഫോർമുല തന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, C2H6 എന്ന് പറയുന്ന ഒരു മോളിക്കുലാർ ഫോർമുല തന്നു എന്ന് വിചാരിക്കും. ഇപ്പൊ ഇതൊരു ഹൈഡ്രോ കാർബൺ ആണ്. അപ്പൊ ഈ ഹൈഡ്രോ കാർബൺ സിംഗിൾ ബോണ്ട് ഉള്ളതാണോ, ഡബിൾ ബോണ്ട് ഉള്ളതാണോ, ട്രിപ്പിൾ ബോണ്ട് ഉള്ളതാണോ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക? അത് ഈ ജനറൽ ഫോർമുല വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ നോക്കിയാല് കാർബൺ 2 ഓക്കെ, എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എത്രയാണോ കാർബണിന്റെ നമ്പർ അതിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 2 × 2 4. 4 ആണോ ഇവിടെ വന്നിട്ടുള്ളത്? അല്ല, 4ന്റെ കൂടെ 2 കൂട്ടിയത് 6 ആണ്. അപ്പൊ എപ്പോഴും എന്തായിരിക്കും? ഇതാണ് ജനറൽ ഫോർമുല എന്ന് വെച്ചാൽ സിംഗിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട് ആയിരിക്കും. ഓക്കെ, ഇനി C2H4 ആണ് വരുന്നതെങ്കിലോ ഇത് ഏതായിരിക്കും? എപ്പോഴും കാർബൺ എത്രയാണോ നമ്പർ അതിന്റെ കൂടെ 2 ഗുണിക്കുക. അപ്പൊ 2 × 2 4. 4 തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതേ നമ്പർ തന്നെയാണ് വരുന്നതെങ്കിൽ അത് ഡബിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട് ആണ്, അഥവാ CnH2n ആണ്. ഇനി C2H2 ആണ് വരുന്നതെങ്കിലോ നമുക്കറിയാം 2 × 2 4. 4 ആണോ അവിടെ വന്നിട്ടുള്ളത്? അല്ല, 4ൽ നിന്ന് 2 കുറച്ചതാണ്. അപ്പൊ കുറച്ചത് വരികയാണെങ്കിൽ ജനറൽ ഫോർമുല ഇതാണ് വെച്ചാൽ അത് ട്രിപ്പിൾ ബോണ്ട് ഉള്ളതാണ് എന്നുള്ളത് മനസ്സിലാക്കി. അപ്പൊ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തു വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യം പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഹൈഡ്രോ കാർബണുകൾ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്നും അഥവാ പൂരിത ഹൈഡ്രോ കാർബൺ എന്നും അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ അഥവാ അപൂരിത ഹൈഡ്രോ കാർബൺ എന്നും. പൂരിത ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ട്, ഏകബന്ധനം മാത്രം വരുന്നതാണ് എന്നും, അപൂരിത ഹൈഡ്രോ കാർബൺ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് എന്ന് വെച്ചാൽ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും അഥവാ ദ്വിബന്ധനവും ത്രിബന്ധനവും വരുന്ന അത് നമ്മൾ എവിടെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? അൺസാച്ചുറേറ്റഡ് അപൂരിത ഹൈഡ്രോ കാർബണിലാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. ഇനി നമ്മൾ അടുത്ത ഭാഗത്ത് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ച മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ഈ ഹൈഡ്രോ കാർബണുകളുടെ നാമകരണം, ഇതിന്റെ നോമൻക്ലേച്ചർ, IUPAC നെയിം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ അവിടെ നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ച ഏറ്റവും ബേസ് ആയിട്ടുള്ള പേര് കൊടുക്കണമെങ്കിൽ നമ്മൾ ബേസ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അവയുടെ കാർബണുകളുടെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ പേരുകളിൽ വ്യത്യാസം ഉണ്ടാവും. എന്ന് വെച്ചാല് കാർബൺ ചെയിനുകളിലെ വേർഡ് റൂട്ട് എന്നാ പറയാ, പദമൂലങ്ങൾ എന്നാണ് പറയാ. കാർബണിന്റെ എണ്ണത്തിനനുസരിച്ച് അതിന്റെ വേർഡ് റൂട്ട് പദമൂലങ്ങൾ മാറും. അപ്പൊ പദമൂലങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. 1 കാർബൺ ആണെങ്കിൽ മുതൽ 10 കാർബൺ ആണെങ്കിൽ വരെയുള്ള പേര് കൃത്യമായിട്ട് പഠിച്ചു പോകണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 9ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും 10ാം ക്ലാസ്സിൽ നിർബന്ധമായിട്ട് ഇത് പഠിച്ചിരിക്കണം. വളരെ എളുപ്പമാണ് പഠിക്കാൻ. നിങ്ങൾ 2-3 പ്രാവശ്യം ഇങ്ങനെ ഒന്ന് പറഞ്ഞു പഠിച്ചാൽ തന്നെ നമുക്കിത് മനസ്സിലിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കാം. നമ്മള് 1 കാർബൺ ആണ് ഉള്ളത് എങ്കിൽ നമ്മൾ പറയാം മീത്ത്. എന്താണ് പറയാ മലയാളത്തിൽ? മീത്ത്, അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് മീഡിയം മെത്ത് എന്ന് പറയും. മെത്ത് അല്ലെ. 2 ആണെങ്കിൽ എത്ത് എന്ന് നമ്മൾ ഇംഗ്ലീഷ് മീഡിയക്കാർ പറയും. അതുപോലെ 3 ആണെങ്കിൽ പ്രൊപ്പ്, 4 ആണെങ്കിൽ ബ്യൂട്ട്, 5 ആണെങ്കിൽ പെന്റ്, 6 ആണെങ്കിൽ ഹെക്സ്, 7 ആണെങ്കിൽ ഹെപ്റ്റ്, 8 ആണെങ്കിൽ ഒക്ട്, 9 ആണെങ്കിൽ നണ്ണ്, 10 ആണെങ്കിൽ ഡെക്ക്. ഇങ്ങനെയാണ് നമ്മൾ 1 മുതൽ 10 വരെ ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പൊ നിങ്ങൾ ഇതൊന്ന് എഴുതിയെടുക്കുക. ഇതുവരെ പഠിക്കാത്ത ആളുകൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് വേണം അടുത്ത ഭാഗത്തിലോട്ട് പോകാൻ. അപ്പൊ പഠിക്കാത്ത ആളുകൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഇത് പഠിച്ചതിന് ശേഷം വേണം അത് നമുക്ക് അടുത്ത ഭാഗങ്ങളിലേക്ക് കടക്കാൻ. അപ്പൊ ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് 9ാം ക്ലാസ്സിൽ തന്നെ പഠിച്ച നമ്മുടെ നോമൻക്ലേച്ചറിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് നോമൻക്ലേച്ചർ എന്ന് വെച്ചാൽ പേര് കൊടുക്കൽ നമ്മൾ പഠിച്ചിരുന്നു. അതൊന്നും കൂടെ നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, ഒന്നാമത്തെ കാര്യം നമ്മൾ ആൽക്കെയിനുകൾ. എന്താ ആൽക്കെയിൻ എന്ന് പറഞ്ഞാല്? നമുക്കറിയാം ആൽക്കെയിൻ ഉണ്ട്, അതുപോലെ ആൽക്കീൻ ഉണ്ട്, അതുപോലെ ആൽക്കൈൻ ഉണ്ട് അല്ലെ. എന്താ ആൽക്കീനും
ആൽക്കൈനും ആൽക്കൈനും തമ്മിലുള്ള വ്യത്യാസം, അതൊക്കെ മലയാളം മീഡിയക്കാരാണെങ്കിലും ഇംഗ്ലീഷ് മീഡിയക്കാരാണെങ്കിലും സിംഗിൾ ബോണ്ട് മാത്രമുള്ളതിന് ആൽക്കീൻ എന്നുള്ളതും, ഡബിൾ ബോണ്ട് വരുന്നതിന് ആൽക്കീൻ എന്നും, ട്രിപ്പിൾ ബോണ്ട് ആണ് വരുന്നതെങ്കിൽ അതിന് ആൽക്കെയിൻ എന്നും നമ്മൾ പറഞ്ഞിരുന്നു. മലയാളത്തിലും അങ്ങനെ തന്നെ പറയാം. ആൽക്കൈന്, ആൽക്കൈന്, ആൽക്കീൻ, ഇങ്ങനെയാണ് മൂന്നായിട്ട് നമ്മൾ പറയാം. അപ്പൊ ഇതിൽ സിംഗിൾ ബോണ്ട് മാത്രം വരുന്ന കോമ്പൗണ്ടുകൾ നമ്മൾ പറയുന്ന ഒരു പേരാണ് ആൽക്കെയിൻ എന്ന് നമ്മൾ പറയാം. അപ്പൊ ആൽക്കെയിനുകൾക്ക് പേര് എങ്ങനെ കൊടുക്കുക എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ആൽക്കെയിനുകൾക്ക് എങ്ങനെ പേര് കൊടുക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൽക്കെയിനുകൾക്കും ആൽക്കീനുകൾക്കും ആൽക്കൈനുകൾക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അവിടെ പഠിച്ചത്. അപ്പൊ നമുക്കത് നോക്കി നോക്കാം. ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് കൊടുത്തിട്ടുണ്ട്. CH4 എന്ന് പറയുമ്പോൾ ഒരു കാർബൺ, അതിന് ചുറ്റും 4 ഹൈഡ്രജനുകൾ, ഇങ്ങനെയാണ് വരുന്നത്. ഒരു കാർബണും അതിന് ചുറ്റും 4 ഹൈഡ്രജനുകളുമാണ് അവിടെ വരുന്നത്. 4 ഹൈഡ്രജനുകളുമാണ് വരുന്നത്. അപ്പൊ ഇതിനെങ്ങനെയാണ് നമ്മൾ പേര് കൊടുക്കുക എന്നുള്ളത് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചത്. അപ്പൊ ഞാൻ ഒന്നും കൂടെ അത് പറയാണ്, ശ്രദ്ധിച്ചിരിക്കുക. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു കോമ്പൗണ്ട് തന്നു കഴിഞ്ഞാൽ അതിൽ എത്ര കാർബൺ ഉണ്ട് എന്ന് ആദ്യം നോക്കുക. ഇതിൽ എത്ര കാർബൺ ഉള്ളത്? ഒരു കാർബൺ ആണ് അല്ലെ. ഒരു കാർബൺ ആണെങ്കിൽ നമ്മൾ എന്താ പറയാ? നമ്മൾ പഠിച്ചു, എന്താണ്? മെത്ത് എന്നാണ് നമ്മൾ പറയാ. അപ്പോ ആ ഒരു കാർബൺ ആണെങ്കിൽ അതിന്റെ വേർഡ് റൂട്ട് എഴുതുന്നു. വേർഡ് റൂട്ട് എന്താണ്? മീത്ത് അല്ലെങ്കിൽ മെത്ത് എന്ന് നമ്മൾ എഴുതുന്നു. മെത്ത് എന്ന് എഴുതി. ഇനി ഒക്കെ സിംഗിൾ ബോണ്ട് ആണ് അല്ലെ. ഇവിടെ എല്ലാം സിംഗിൾ ബോണ്ട് മാത്രമാണ് ഉള്ളത് അല്ലെ. സിംഗിൾ ബോണ്ട് മാത്രമാണ് ഉള്ളതെങ്കിൽ നമ്മൾ പേരിന്റെ കൂടെ എന്താണ് ചേർക്കുക? എയിൻ എന്നാണ് ചേർക്കുക. എയിൻ എന്നാണ്, ANE എന്നാണ് നമ്മൾ ചേർക്കുക. ഓക്കെ, എന്താണ് പഠിച്ചത്? എത്ര കാർബൺ ഉണ്ട് നോക്കുക. അപ്പൊ വേർഡ് റൂട്ട് മെത്താണ്, മീത്ത് എന്ന് എഴുതുന്നു. ഇനി പ്ലസ് സിംഗിൾ ബോണ്ട് മാത്രമാണെങ്കിൽ അതിന്റെ കൂടെ എയിൻ എന്ന്, ANE എന്ന് കൂടെ നമ്മൾ ചേർക്കുന്നു. അപ്പൊ മലയാളത്തിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പദമൂലം എന്താണ്? മീത്ത് എന്നാണ്, മീത്ത് എന്ന് ചേർത്തു. പ്ലസ് നമ്മൾ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ എയിൻ എന്ന് നമ്മൾ അവിടെ ചേർക്കുന്നു. എയിൻ എന്ന് ചേർക്കുന്നു. നിങ്ങൾ ഇവിടെ മലയാളം മീഡിയക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇംഗ്ലീഷിൽ എങ്ങനെയാണോ നമ്മൾ പേര് എഴുതുന്നത് അതുപോലെയാണ് നമ്മൾ മലയാളത്തിൽ അത് പറയാം കേട്ടോ. അപ്പൊ നിങ്ങൾ ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതുന്നത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, എങ്കിൽ നിങ്ങൾക്ക് പേര് എഴുതാൻ ഒന്നുകൂടെ എളുപ്പമായിരിക്കും. അപ്പൊ ഇംഗ്ലീഷിൽ എങ്ങനെയാണോ എഴുതുന്നത് അതിനെ മലയാളത്തിൽ നമ്മൾ പറയുകയാണ് ചെയ്യുന്നത്, അതേപോലെ എഴുതുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇംഗ്ലീഷ് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി. അപ്പൊ മെത്ത് പ്ലസ് എയിൻ, അപ്പൊ എന്താ പറയാ? മീഥൈൻ എന്ന് നമ്മൾ പറയും. എങ്ങനെ പറയാ? മീഥൈൻ എന്ന് നമ്മൾ പറയും. മീഥൈൻ എന്ന് നമ്മൾ പറയും. ഓക്കെ, അങ്ങനെ മീഥൈൻ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് ചെയ്യും? മീഥൈൻ എന്ന് നമ്മൾ അവിടെ പറയും. അപ്പൊ അതേപോലെയാണ് നമ്മൾ എന്ത് ചെയ്യുക? മലയാളത്തിലും പറയുക. മലയാളത്തിൽ നമ്മൾ അതേ രീതിയിലാണ് എന്ത് ചെയ്യുക? അവിടെ പറയുക. അപ്പോ നമ്മൾ എങ്ങനെയാ പറയാം മലയാളത്തില്? മീഥൈൻ. എങ്ങനെ പറയും? മീഥൈൻ എന്ന് നമ്മൾ അവിടെ പറയും. മീഥൈൻ എന്ന് നമ്മൾ അവിടെ പറയും. മനസ്സിലായോ? അപ്പൊ ഇംഗ്ലീഷിൽ എങ്ങനെയാണോ നമ്മൾ എഴുതുന്നത് അതേപോലെ മലയാളത്തിലേക്ക് പറയുകയാണ് ചെയ്യുക. അപ്പോ സിംഗിൾ ബോണ്ട് വരുന്ന അതാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഈ ദെയിൻ, ഈ ഈൻ എന്നുള്ളതാണ് അവിടെ, എയിൻ എന്നുള്ളതാണ് നമ്മൾ അവിടെ വരിക. അപ്പൊ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഇനി അടുത്തത് നോക്കിയേ, ഒരു എക്സാമ്പിൾ കൂടി. C2H6. C2H6 എന്ന് പറയുമ്പോൾ 2 കാർബൺ ആണ് അല്ലെ. C2H6 എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരിക. CH3 സിംഗിൾ ബോണ്ട് CH3, ഇങ്ങനെയാണ് വരുന്നത്. CH3 സിംഗിൾ ബോണ്ട് CH3. ഓക്കെ, അപ്പൊ ഇതിനെങ്ങനെയാണ് പേര് കൊടുക്കുക? നിങ്ങളൊന്ന് പറഞ്ഞ എങ്ങനെയായിരിക്കും പേര് കൊടുക്കുക? 2 കാർബൺ ആണെങ്കിൽ നമ്മൾ എന്താ പറയാ? 2 കാർബൺ ആണെങ്കിൽ എത്ത് അല്ലെങ്കിൽ ഈത്ത് എന്ന് നമ്മൾ പറയും അല്ലെ. ഈത്ത് എന്ന് നമ്മൾ അവിടെ പറയും. അപ്പോ എന്ത് ചെയ്തു? അവിടെ നമ്മൾ പേര് കൊടുക്കുന്നു. ഓക്കെ, ഞാനൊന്ന് മായ്ക്കാം. 2 കാർബൺ ആണെങ്കിൽ നമ്മൾ പേര് എന്ത് ചെയ്യുന്നു? വേർഡ് റൂട്ട് എന്താ? വേർഡ് റൂട്ട് പദമൂലം എന്താണ്? പദമൂലം എന്ന് പറഞ്ഞാൽ ഈത്ത് എന്നാണ്. പദമൂലം എന്ന് പറഞ്ഞാൽ ഈത്ത് എന്നാണ്. ഓക്കെ, ഇനി ഒക്കെ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് അതിന്റെ കൂടെ ANE എന്ന് ചേർക്കുന്നു. എന്താ ചേർക്കുക? ANE എന്ന് ചേർക്കുന്നു. അപ്പൊ ടോട്ടൽ എന്തായിരിക്കും പറയാ? ഈഥെയിൻ. അതേ കൊണ്ട് കൂട്ടി എഴുതിയാൽ മതി. ഈഥെയിൻ എന്ന് നമ്മള് പേര് വരുന്നത്. എന്താ പേര് വരിക? ഈഥെയിൻ. അപ്പൊ അതേപോലെയാണ് നമ്മൾ മലയാളത്തിൽ പറയാ. അപ്പൊ ഈഥെയിൻ എന്നെങ്ങനെ നമ്മൾ മലയാളത്തിൽ അതെങ്ങനെ പറയും? എങ്ങനെ പറയും? ഈഥെയിൻ. ദെയിൻ എന്ന് നമ്മൾ അതിന്റെ പേര് പറയും. ഈഥെയിൻ എന്ന് നമ്മള് പേര് പറയും. എന്താണ്? ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഈത്ത് എന്ന് നമ്മൾ പറയും. 2 കാർബൺ ആണെങ്കിൽ ഈത്ത് എന്ന് പറയും. ഇനി അതൊക്കെ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE എന്ന് കൊടുക്കും. അപ്പൊ ഈഥെയിൻ എന്നാണ് പേര്.
എയിൻ, ഈ ദെയിൻ, അതേപോലെ തന്നെ നമ്മൾ മലയാളത്തിൽ എഴുതുക, ഈ ദെയിൻ എന്ന് നമ്മൾ മലയാളത്തിൽ എഴുതുന്നു. ഇനി 3 കാർബൺ ആണെങ്കിലോ, 3 കാർബൺ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കമന്റ് ആയിട്ട് ഒന്ന് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പൊ സിംഗിൾ ബോണ്ട് ആണെന്നുള്ളത് ഓക്കെ ആണല്ലോ. വേർഡ് റൂട്ട് എത്ര കാർബൺ ആണോ പ്ലസ് അതിന്റെ കൂടെ ANE എന്ന് ചേർക്കാം. എന്ന് വെച്ചാൽ എത്ര കാർബൺ ആണ് എന്നുള്ളതിന്റെ വേർഡ് റൂട്ട് പ്ലസ് ANE അഥവാ എയിൻ എന്ന് അതിന്റെ കൂടെ ചേർക്കുക. നമുക്ക് സിംഗിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് നമുക്ക് കിട്ടും. ഇത് നമുക്ക് 10ാം ക്ലാസ്സിൽ ചോദിക്കില്ല, നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. പക്ഷേ ഈ ബേസ് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞു വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഇനി അടുത്തതായിട്ട് ഡബിൾ ബോണ്ട് ആണെങ്കിൽ എങ്ങനെ? ഇതിപ്പോ സിംഗിൾ ബോണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഡബിൾ ബോണ്ട് ആണെങ്കിൽ എങ്ങനെയാ? അതുപോലെ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ എങ്ങനെയാ? അത് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. പക്ഷെ നമുക്ക് അതിന്റെ അഡ്വാൻസ്ഡ് വേർഷൻ കൂടെ പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ ജസ്റ്റ് കൊടുത്തിട്ടേ ഉള്ളൂ, ഒന്ന് ശ്രദ്ധിക്കുക. നേരത്തെ നമ്മൾ ANE എന്ന് കൊടുത്തു, ഇവിടെ എന്താ കൊടുക്കുക? ആൽക്കീൻ. ഇവിടെ നോക്കിയേ, ഇവിടെ ANE, ഇവിടെ ENE, ഇവിടെ YNE. ഇത് സിംഗിൾ ബോണ്ട്, ഇത് ഡബിൾ ബോണ്ട്, ഇത് ട്രിപ്പിൾ ബോണ്ട്. ഓക്കെ, അപ്പോ നമ്മൾ ആൽക്കെയിൻ ആണെങ്കിൽ, സിംഗിൾ ബോണ്ട് ഉള്ളതാണെങ്കിൽ ANE എന്ന് ചേർക്കും. ഡബിൾ ബോണ്ട് ആൽക്കീൻ ആണെങ്കിൽ ENE എന്ന് ചേർക്കും. ട്രിപ്പിൾ ബോണ്ട് ഉള്ളതാണെങ്കിൽ, ത്രിബന്ധനമാണ് ഉള്ളതെങ്കിൽ YNE എന്ന് ചേർക്കും. എയിൻ എന്നും ഈൻ എന്നും എയിൻ എന്നും നമ്മൾ അവിടെ കൊടുക്കും. അതാണ് നമ്മൾ അതിന്റെ പേരില് വരുന്ന ഒരു പേര് കൊടുക്കേണ്ട രീതി എന്ന് പറയുന്നത്. അത് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ അത് പറയുമ്പോൾ ഒന്നുകൂടെ ഞാൻ സ്ട്രെസ് ചെയ്ത് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടില്ല. നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ച ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് പഠിച്ചു വെച്ചിട്ട് നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഇനി പറയുന്ന കാര്യങ്ങൾ നമ്മൾ 10ാം ക്ലാസ്സിൽ കൃത്യമായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങളിലോട്ടാണ് നമ്മൾ കടക്കുന്നത്. ഓക്കെ, ഇനി 10ാം ക്ലാസ്സിൽ നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത് ബ്രാഞ്ചഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബണുകളുടെ പേര് കൊടുക്കലാണ്. എന്ന് വെച്ചാൽ ശാഖകളുള്ള ഹൈഡ്രോ കാർബണുകളുടെ പേര് കൊടുക്കലാണ് മെയിൻ ആയിട്ട് നമുക്ക് ആദ്യത്തിൽ ഇതിൽ പഠിക്കാനുള്ളത്. അതിൽ ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ളത് ബ്രാഞ്ചഡ് ആൽക്കെയിൻസിനെ കുറിച്ചിട്ട്. എന്താ ആൽക്കെയിൻ എന്ന് പറഞ്ഞാൽ? എന്താ? സിംഗിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട് അല്ലെ. സിംഗിൾ ബോണ്ട് ആൽക്കെയിൻ ആയിട്ടുള്ള സിംഗിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ടുകളുടെ നാമകരണമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അവിടെ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ച് റൂളുകൾ ഉണ്ട്, കുറച്ച് നിയമങ്ങൾ അനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആ പേരുകൾ കൊടുക്കാൻ. അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഒരു ബ്രാഞ്ചഡ് ഹൈഡ്രോ കാർബൺ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാം. ഇപ്പൊ ബ്രാഞ്ചഡ് ഹൈഡ്രോ കാർബൺ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കാം. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടെ വലുതാക്കി വരയ്ക്കാം. CH3 CH2 CH2 CH3 ഇവിടെ ഒരു ബ്രാഞ്ച് പോലെ, ശാഖ പോലെ ഒരു CH3 ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ ഇങ്ങനെ ശാഖ ബ്രാഞ്ച് ആയിട്ട് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പേര് കൊടുക്കുക, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളതാണ്, അതിന്റെ റൂളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ നോക്കേണ്ടത്, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു ബ്രാഞ്ചഡ് ഹൈഡ്രോ കാർബൺ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇതിന്റെ പ്രധാന മെയിൻ ചെയിൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എന്താണ് ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ? ഇതിന്റെ പ്രധാന ചെയിൻ, മുഖ്യ ചെയിൻ, നീളം കൂടിയ ചെയിൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പ്രധാന ചെയിൻ എന്ന് പറഞ്ഞാൽ നീളം കൂടിയ ചെയിൻ. അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിന് ഉള്ള എൻഡുകൾ നോക്കുക. ഇതിന് എത്ര എൻഡുകൾ ഉണ്ട്? ഇതൊരു എൻഡാണ് അല്ലെ, അതുപോലെ ഇതൊരു എൻഡാണ്, അതുപോലെ ഇതും ഒരു എൻഡാണ്. അങ്ങനെ 3 എൻഡുകളാണ് ഈ ഒരു ഹൈഡ്രോ കാർബൺ ഉള്ളത്. അപ്പൊ നമ്മൾ ഇതിൽ ലോങ് ചെയിൻ അല്ലെങ്കിൽ ഏറ്റവും നീളം കൂടിയ ചെയിൻ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്ന മാർഗം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു എൻഡ് മുതൽ വേറൊരു എൻഡ് വരെ എണ്ണാം. എന്താണ്? ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, എന്നിട്ട് ഈ ഒരു എൻഡ് വരെ എണ്ണുന്നു. അപ്പൊ ഒന്ന് നോക്കിയേ, ഞാൻ എണ്ണാൻ പോവാണേ. അപ്പൊ 1 2 3 4 5 5 കാർബൺ ആണ് അങ്ങനെ വരുന്നത്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു എൻഡ് എടുത്ത് മറ്റേ എൻഡിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എണ്ണം നിർത്തണം. പിന്നെ ഇവിടുന്ന് 5 കഴിഞ്ഞിട്ട് ഇവിടുന്ന് അങ്ങോട്ട് 6 എണ്ണാൻ പാടില്ല. ഒരു എൻഡിൽ നിന്ന് തുടങ്ങി വേറെ എൻഡിൽ അവസാനിക്കുന്ന വരെ എണ്ണാം. അപ്പൊ ആ രീതിയിൽ എണ്ണുമ്പോൾ എത്ര കാർബണാ? 1 2 3 4 5 കാർബൺ ആണ് നമ്മൾ ഈ ഒരു രീതിയിൽ എണ്ണുമ്പോൾ വരുന്നത്. ഓക്കെ, ഇനി അങ്ങനെ മാത്രമാണോ എനിക്ക് എണ്ണാൻ കഴിയുക? എന്ത് ചെയ്യാം, ഈ ഒരു എൻഡിൽ നിന്ന് തുടങ്ങി ഈ ഒരു എൻഡിൽ അവസാനിക്കുന്ന രീതിയിലും എനിക്ക് എണ്ണിക്കൂടെ? അങ്ങനെ എണ്ണിക്കൂടെ? അപ്പൊ എത്ര കാർബൺ ഉണ്ട്? 1
2 3 4 5. ഇവിടെ വരെ എണ്ണുമ്പോൾ 5 ആവും. അങ്ങനെ എണ്ണുമ്പോഴും എത്ര തന്നെയാ വരുന്നത്? 5 തന്നെയാ വരുന്നത്. അപ്പൊ എങ്ങനെ എണ്ണിയാലും ഇവിടെ എത്രയാ വരുന്നത്? 5 ആണ് നമുക്ക് വരുന്നത്. അപ്പോ നമ്മൾ എന്ത് ചെയ്യുക? ഇതിൽ എങ്ങനെ എണ്ണിയാലും 5 തന്നെയാ വരുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാല് നമ്മുടെ മെയിൻ ചെയിന്, ഇതിലെ മെയിൻ ചെയിൻ ഉണ്ടല്ലോ, മെയിൻ ചെയിൻ, അതിനെ മെയിൻ ചെയിനെ നമ്മൾ സെലക്ട് ചെയ്യണം അല്ലെ. അപ്പൊ മെയിൻ ചെയിൻ എന്ന് പറയുന്നത് നമ്മൾ ഈ സ്ട്രെയിറ്റ് ചെയിൻ എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ എണ്ണിയില്ലേ, അത് തന്നെ മെയിൻ ചെയിൻ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എടുക്കുന്നു. അതിന് തന്നെ മെയിൻ ചെയിൻ ആക്കിയിട്ട് നമ്മൾ എടുക്കുക. ഓക്കെ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് മെയിൻ ചെയിൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യുക? ആ മെയിൻ ചെയിൻ ഒന്ന് ബോക്സിലാക്കി വെക്കുക. തെറ്റാതിരിക്കാനുള്ള വഴിയാണ്. മെയിൻ ചെയിൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ബോക്സിലാക്കി വെക്കുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ ചെയിൻ. ഇതാണ് നമ്മുടെ മെയിൻ ചെയിൻ എന്ന്, മുഖ്യ ചെയിൻ എന്ന് പറയുന്നത്. ഇനി ആ ചെയിനിൽ അല്ലാതെ എടുക്കുന്ന ഇയാളുണ്ടല്ലോ, ഇയാളാണ് എന്ത്? ബ്രാഞ്ച് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ശാഖ അഥവാ ബ്രാഞ്ച് എന്ന് പറയുന്ന ആള്. അതിലല്ലാതെ മെയിൻ ചെയിനിലല്ലാതെ കെടുക്കുന്ന ആളാണ് എന്ത്? ബ്രാഞ്ച് എന്ന് പറയുന്നത്, ശാഖ എന്ന് പറയുന്നത്. ബ്രാഞ്ച് അഥവാ ശാഖ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ മെയിൻ ചെയിനും ബ്രാഞ്ചും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന് നമ്പർ ചെയ്യുക എന്നുള്ളതാണ്. മെയിൻ ചെയിൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? മെയിൻ ചെയിനെ ബോക്സിലാക്കി വെച്ചതിന് ശേഷം മെയിൻ ചെയിനിന് നമ്മൾ നമ്പർ ചെയ്യുക. എങ്ങനെ നമ്പർ ചെയ്യുക? ഒരു എൻഡിൽ നിന്ന് തുടങ്ങി അടുത്ത എൻഡ് വരെ നമ്മൾ നമ്പർ ചെയ്യുന്നു. ഇപ്പൊ ശ്രദ്ധിക്കുക, ഞാൻ ഇവിടുന്ന് നമ്പർ ചെയ്യാണ് 1. ഓക്കെ. ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഭാഗത്ത് നിന്ന് നമ്പർ ചെയ്യാം. അപ്പോൾ ഇവിടെ 1, ഇവിടെ 2, 3, 4, 5. എന്ത് ചെയ്യുന്നു? ഒരു എൻഡിൽ നിന്ന് വേറെ എൻഡ് വരെ നമ്പർ ചെയ്യുന്നു. അങ്ങനെ മാത്രം പോരാ, അതേപോലെ തിരിച്ചു നമ്പർ ചെയ്യുക. എന്ന് വെച്ചാൽ ഇവിടുന്ന് തുടങ്ങാം. 1, 2, 3, 4, 5. ആർക്കാണ് ഈ നമ്പർ ചെയ്യുന്നത്? കാർബണുകൾക്കാണ് നമ്മൾ നമ്പർ ചെയ്യുന്നത് കേട്ടോ. അത് ശ്രദ്ധിക്കണേ. കാർബണുകൾക്കാണ് നമ്മൾ നമ്പർ ചെയ്യുന്നത്. അപ്പൊ ഇടത്തു നിന്ന് വലത്തോട്ടും വലത്തു നിന്ന് ഇടത്തോട്ടും നമ്മൾ നമ്പർ ചെയ്യുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്തിനാണ് ഈ നമ്പർ എന്ന് ചോദിച്ചാല്, ഈ ബ്രാഞ്ച് ഉണ്ടല്ലോ, ഈ ശാഖ ഉണ്ടല്ലോ, ഈ ശാഖയുടെ പൊസിഷൻ കണ്ടുപിടിക്കാനാണ്, സ്ഥാനം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ മുകളിൽ നിന്ന് നോക്കുക. 1, 2, 3, 4ാമത്തെ കാർബണിലാണ്, ഈ 4ാമത്തെ കാർബണിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ശാഖ വന്നിട്ടുള്ളത്. മുകളിലത്തെ നമ്പർ നോക്കുമ്പോൾ 4ാമത്തെ കാർബണിലാണ് എന്ത് വന്നിട്ടുള്ളത്? ശാഖ അഥവാ ബ്രാഞ്ച് വന്നിട്ടുള്ളത്. ഇനി താഴത്തെ നമ്പർ നോക്കുമ്പോഴോ, താഴത്തെ നമ്പർ നോക്കുമ്പോൾ 1, 2, രണ്ടാമത്തെ ബ്രാഞ്ചിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? രണ്ടാമത്തെ കാർബണിലാണ് ബ്രാഞ്ച് അഥവാ ശാഖ വന്നിട്ടുള്ളത്. ഓക്കെ. എന്ന് വെച്ചാൽ മുകളിലത്തെ ഈ ബ്രാഞ്ച് വന്നിട്ടുള്ള കാർബണിന്റെ 2 നമ്പർ നോക്കുക, അതിൽ ഏതാണ് ചെറുത് എന്ന് നോക്കുക. അതാണ് ബ്രാഞ്ചിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്. എന്താണ്? മുകളിലും താഴെയും നമ്പറുകൾ ഉണ്ടാവുമല്ലോ, ആ നമ്പറിൽ ഏറ്റവും ചെറിയ നമ്പറാണ് ബ്രാഞ്ചിന്റെ പൊസിഷൻ ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. മനസ്സിലായോ? ഇനി ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങളൊന്ന് ഫില്ല് ചെയ്തേ. ഒന്നാമത്തെ കാര്യം എന്താ? മുഖ്യ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്രയാ? 5 അല്ലെ? എത്രയാണ് നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദ മെയിൻ ചെയിൻ? എത്രയാ? 5. ഇനി അപ്പൊ പദമൂലം എന്താ? 5 ആണെങ്കിൽ പദമൂലം എന്താ? 5 ആണെങ്കിൽ പെന്റ്. എന്താണ്? പെന്റ്. 5 ആണെങ്കിൽ എന്താണ്? പെന്റ് അല്ലെ? 5 ആണെങ്കിൽ നമ്മള് പദമൂലം എന്താണ്? പെന്റ് അല്ലെ? പെന്റ് അല്ലെ? ഓക്കെ. പെന്റ് എന്നുള്ളതാണ് പദമൂലം. നിങ്ങൾ മലയാളം എഴുതുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ അത് കൃത്യമായിട്ട് എഴുതിയെടുക്കുക കേട്ടോ. പെന്റ് 5 ആവുമ്പോൾ പെന്റ് എന്നാണ് പറയാ. ഓക്കെ. ഇനി അടുത്തത് പെന്റ് എന്ന് എഴുതി. ഇനി അടുത്തത് എന്താ? ഇതിന്റെ പിൻ പ്രത്യയം എന്താന്നുള്ളതാണ്. എന്താണ് പിൻ പ്രത്യയം അഥവാ സഫിക്സ് എന്ന് പറഞ്ഞാൽ? അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. സഫിക്സ് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് ഒക്കെ വരുമ്പോൾ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ എൻ എന്നും, ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഈൻ എന്നും, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ഐൻ എന്നും ഒക്കെ നമ്മൾ എഴുതി. അതാണ് എന്ത്? സഫിക്സ് എന്ന് പറയുന്നത്. ഇവിടെ ഒക്കെ സിംഗിൾ ബോണ്ട് ആണ്. അപ്പോൾ എന്താണ് സഫിക്സ് എന്ന് പറഞ്ഞാൽ? ആണ്. എയിൻ ആണ് എന്ത്? സഫിക്സ് എന്ന് പറയുന്നത്. എയിൻ എന്നുള്ളതാണ് എന്ത്? സഫിക്സ് എന്ന് പറയുന്നത്. സഫിക്സ് എന്ന് പറയുന്നത് ഏതാ? എയിൻ എന്നുള്ളതാണ് അവിടുത്തെ സഫിക്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? സഫിക്സ് അഥവാ പിൻപ്രത്യയം എന്ന് പറഞ്ഞാൽ എയിൻ എന്നാണ്.
ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ശാഖയായി വരുന്ന ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പേരെന്താണ് എന്നുള്ളതാണ്. ഇതാണ് നെയിം ഓഫ് ദ ബ്രാഞ്ചിങ് ആൽക്കൈൽ ഗ്രൂപ്പ്. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അത് എല്ലാവരോടും ശ്രദ്ധിച്ചിരിക്കുക. ഈ ബ്രാഞ്ചിന്റെ പേരെന്താണ് എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകും. ബ്രാഞ്ചിന് പേര് കൊടുക്കണമല്ലോ, ബ്രാഞ്ചിന് നമുക്ക് പേര് കൊടുക്കണം. ആ പേരെന്താണ് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, ബ്രാഞ്ചിന് എങ്ങനെ പേര് കൊടുക്കുക എന്നുള്ളത്. ബ്രാഞ്ചിന് എത്ര കാർബൺ ഉണ്ട്? ബ്രാഞ്ചിൽ മാത്രം കേട്ടോ. എത്ര കാർബൺ? CH3 ഇല്ല, അപ്പൊ ഒരു കാർബൺ. അപ്പൊ നമ്മൾ അവിടെ ചെയ്യേണ്ടത്, ബ്രാഞ്ചിൽ ഒരു കാർബണേ ഉള്ളൂ. അപ്പൊ ഒരു കാർബണാണ് നമ്മൾ എന്താ പറയാ? മീത്ത് എന്ന് നമ്മൾ പറയും അല്ലെ? മീത്ത് എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇനി നമ്മൾ ബ്രാഞ്ച് ആണെങ്കിൽ, എപ്പോഴും ബ്രാഞ്ച് ആണെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ എന്താണ് ചേർക്കുക? YL ആണ് ചേർക്കുക. എന്താണ് ചേർക്കുക? YL. എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ബ്രാഞ്ച് എത്ര കാർബൺ ഉണ്ട് നോക്കുക. ഒരു കാർബൺ അല്ലെ? CH3 ഒരു കാർബൺ. അപ്പൊ മെത്ത്. ഞാൻ ആദ്യം ഇംഗ്ലീഷിൽ എഴുതാം, എന്നിട്ട് അതിന്റെ മലയാളത്തിൽ എഴുതാണ് ചെയ്യുന്നത് നമ്മൾ. അപ്പൊ ഒരു കാർബൺ ആണെങ്കിൽ മെത്ത് എന്ന് നമ്മൾ പറയും. ഇനി ബ്രാഞ്ച് ആണെങ്കിൽ അതിന്റെ കൂടെ YL എന്ന് നമ്മൾ ചേർക്കും. അപ്പൊ മീഥൈൽ. എന്താ പേര്? മീഥൈൽ. അപ്പൊ മലയാളത്തിൽ എങ്ങനെ എഴുതുക? മീഥൈൽ എന്നാണ് ഇതിന്റെ ബ്രാഞ്ചിന്റെ പേര്. മീഥൈൽ എന്നാണ് ബ്രാഞ്ചിന്റെ പേര് വരിക. മീഥൈൽ എന്നാണ് ബ്രാഞ്ചിന്റെ പേര്. അപ്പൊ ബ്രാഞ്ചിന്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ ഒരു കാർബൺ, മെത്ത്. അതിന്റെ കൂടെ ബ്രാഞ്ച് ആണെങ്കിൽ ശ്രദ്ധിക്കുക, ബ്രാഞ്ച് ആണെങ്കിൽ YL ചേർക്കുന്നു. ബ്രാഞ്ച് ആണെങ്കിൽ എയിൽ, YL എന്ന് നമ്മൾ അതിന്റെ കൂടെ ചേർക്കുന്നു. അപ്പൊ എന്ത് വരും? മീഥൈൽ എന്ന് നമുക്ക് വരും. YL ബ്രാഞ്ചിന്റെ കൂടെ ചേർക്കുക, എയിൽ എന്ന് ബ്രാഞ്ചിന്റെ കൂടെ ചേർക്കുക. അപ്പോൾ നമുക്ക് ബ്രാഞ്ചിന്റെ പേര് നമുക്ക് അവിടെ കിട്ടും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ബ്രാഞ്ചിന്റെ പേര് മീഥൈൽ എന്നാണ്. ബ്രാഞ്ചിന്റെ പേര്, ശാഖയുടെ പേരെന്താ? മീഥൈൽ. ഇനി ശാഖയുടെ സ്ഥാനം എന്താണ്? സ്ഥാനം നമ്മൾ കണ്ടുപിടിച്ചു, മുകളിലും താഴെ നമ്പർ ചെയ്തപ്പോ അതില് ബ്രാഞ്ച് വരുന്ന കാർബണിന്റെ 4 ഉണ്ട്, 2 ഉണ്ട്. ഇതിൽ ചെറിയ നമ്പറാണ് നമ്മൾ ബ്രാഞ്ചിന്റെ പൊസിഷൻ ആയിട്ട് എടുക്കേണ്ടത്. അപ്പൊ 2 ബ്രാഞ്ചിന്റെ പൊസിഷൻ. ഇനി നമ്മൾ എങ്ങനെയാണ് IUPACന്റെയും അഥവാ ഇതിന്റെ പേര് എങ്ങനെയാണ് എഴുതുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. കൃത്യമായിട്ട് ശ്രദ്ധിച്ചോളാം. ഓക്കെ, ആദ്യം ഞാൻ ഇംഗ്ലീഷിൽ എഴുതാം, എന്നിട്ട് മലയാളത്തിലേക്ക് മാറ്റാം. ഇവിടെ ശ്രദ്ധിക്കാം, ഇവിടെ അതിന്റെ ഒരു ഓർഡർ എഴുതിയിട്ടുണ്ട്. ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ച് എന്ന് വെച്ചാൽ ശാഖയുടെ സ്ഥാനസംഖ്യ. ശാഖയുടെ സ്ഥാനസംഖ്യ എത്ര നമുക്ക് കിട്ടിയത്? 2 അല്ലെ? എത്രയാണ്? 2. അപ്പൊ 2 എന്നിട്ടു. എന്നിട്ട് 2 എന്നിട്ട് കഴിഞ്ഞ ശേഷം ഒരു ഹൈഫൺ ഇടുക. ഹൈഫൺ ഇട്ടു. ഇനി നെയിം ഓഫ് ദ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ബ്രാഞ്ച് ഉണ്ടല്ലോ, ആ ബ്രാഞ്ചിന്റെ പേരാണ് അടുത്ത് കൊടുക്കേണ്ടത്. ബ്രാഞ്ചിന്റെ പേരെന്താന്നാ പറഞ്ഞത് നമ്മള്? മീഥൈൽ. എന്താ പേര് പറഞ്ഞത്? മീഥൈൽ. പേരെന്താ പറഞ്ഞത്? മീഥൈൽ എന്നാണ് നമ്മൾ പേര് പറഞ്ഞത് അല്ലെ? മീഥൈൽ എന്നാണ് നമ്മൾ പേര് പറഞ്ഞത്. മീഥൈൽ എന്നാണ് പേര് നമ്മൾ പറഞ്ഞത്. മീഥൈൽ എന്ന് എഴുതി. ഇനി എന്താ കൊടുക്കേണ്ടത്? വേർഡ് റൂട്ട് സഫിക്സ്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് AN എന്ന് വരും. വേർഡ് റൂട്ട് എത്ര കാർബൺ അത്? മെയിൻ ചെയിനിലുള്ള മെയിൻ ചെയിന്റെ പേരാണ് ഇനി കൊടുക്കേണ്ടത്. മെയിൻ ചെയിനിൽ 5 ആണ്, 5 കാർബൺ ഉണ്ട്. അപ്പൊ പെന്റ്, സിംഗിൾ ബോണ്ട് ആണൊക്കെ. അപ്പൊ AN. അപ്പൊ എന്താണ്? പെന്റെയിൻ. അപ്പൊ 2 മീഥൈൽ പെന്റെയിൻ. എന്താണ്? 2 മീഥൈൽ പെന്റെയിൻ. 2 മീഥൈൽ മലയാളത്തിൽ എഴുതുമ്പോ പെന്റെയിൻ കേട്ടോ. പെന്റെയിൻ. പെന്റെയിൻ എന്നാണ് നമ്മളെ പേര് വരിക എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. കാണാനല്ലേ? പെന്റെയിൻ ഇൻ കേട്ടോ. നമ്മൾ ആൽക്കൈന് പേര് കൊടുത്തില്ലേ? പെന്റെയിൻ എന്നാണ് പേര് വരിക. അപ്പൊ 2 മീഥൈൽ പെന്റെയിൻ എന്നുള്ളതാണ് ഈ ഒരു നമ്മുടെ നേരത്തെ എഴുതിയിട്ടുള്ള മോളിക്യൂളിന്റെ പേര് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ എങ്ങനെയൊക്കെയാണ് നമ്മൾ പേര് കൊടുത്തത്? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ലോങ് ചെയിൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇതിന്റെ റൂളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റത്തെ റൂൾ ഒന്ന് വായിച്ചു നോക്കി. ആദ്യം എന്താണ്? ഏറ്റവും നീളം കൂടിയ കാർബൺ ചെയിൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിന് ഓരോ എൻഡിൽ നിന്നും എണ്ണി തുടങ്ങുക. എൻഡ് മുതൽ അടുത്ത എൻഡ് വരെയാണ് എണ്ണുക എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പൊ എങ്ങനെ എണ്ണുമ്പോൾ, എങ്ങനെ എണ്ണിയാൽ 5 വരുന്നത്. അപ്പൊ നമ്മൾ എണ്ണി. രണ്ടാമത് ചെയ്യേണ്ടത് നമ്പർ ചെയ്യുക. ഇവിടെ ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ട നിങ്ങളൊരു കാര്യം, ഇങ്ങനെ നമ്പർ ചെയ്യുന്നതിന് മുമ്പ് മെയിൻ ചെയിൻ കണ്ടുപിടിച്ചാൽ അതിനൊന്ന് ബോക്സിലാക്കി വെക്കുക. ബോക്സിലാക്കി വെച്ചു. അടുത്ത ചെയ്യേണ്ടത് ഈ ബോക്സിലാക്കി വെച്ച ആളുകൾക്ക് നമ്പർ കൊടുക്കുക. കാർബൺ ഒരു എൻഡിൽ നിന്ന് തുടങ്ങി വേറെ എൻഡ് വരെ നമ്മൾ നമ്പർ കൊടുക്കുന്നു. അങ്ങനെ നമ്പർ കൊടുത്തു, നേരെ തിരിച്ചു നമ്പർ കൊടുക്കുക. 2 രീതിയിൽ നമ്പർ കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ബ്രാഞ്ച് വരുന്ന കാർബൺ ഉണ്ടല്ലോ, ഈ കാർബൺ ഉണ്ടല്ലോ, ആ കാർബണിന്റെ മുകളിലുള്ള 2 നമ്പറുകൾ ഉണ്ടാവും. ആ 2 നമ്പർ, ഒന്ന് മുകളിൽ ഒന്ന് താഴെ ആയിരിക്കും. അങ്ങനെ നമ്മൾ നമ്പർ ചെയ്യാം. അപ്പൊ 2 നമ്പറുകൾ ഉണ്ടാവും. അത് രണ്ടിലും
ഏറ്റവും ചെറിയ നമ്പർ ആണ് നമ്മളെ ബ്രാഞ്ചിന്റെ പൊസിഷൻ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ബ്രാഞ്ചിന്റെ പൊസിഷൻ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ 4 ആണോ 2 ആണോ ചെറുത്? 2. അതാണ് ബ്രാഞ്ചിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ബ്രാഞ്ചിന്റെ പേര് എന്താണ് എന്നുള്ളതാണ്. ബ്രാഞ്ചിന്റെ പേര് കിട്ടാൻ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? ബ്രാഞ്ചിൽ എത്ര കാർബൺ ഉണ്ട്? ഒരു കാർബൺ. ഒരു കാർബൺ ആണെങ്കിൽ മെത്ത്. ഇനി ബ്രാഞ്ച് ആണെങ്കിൽ അതിന്റെ കൂടെ എന്ത് ചേർക്കണം എന്നാ പറഞ്ഞത്? എയിൽ, YL ചേർക്ക. അപ്പൊ മെത്ത് ഐൽ, മീഥൈൽ എന്നാണ് വരിക. എന്താണ്? മീഥൈൽ എന്നാണ് പേരിന്റെ കൂടെ വരിക. മീഥൈൽ എന്നാണ് പേരിന്റെ കൂടെ വരിക. അതാണ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഇനി എങ്ങനെയാണ് പേര് കൊടുക്കുക എന്നുള്ളതാണ്. ആദ്യം ബ്രാഞ്ചിന്റെ പൊസിഷൻ പറയുന്നു. ബ്രാഞ്ചിന്റെ പൊസിഷൻ നമ്മൾ പറയുന്നു. ആദ്യം എന്ത് ചെയ്യുന്നു? ബ്രാഞ്ചിന്റെ പൊസിഷൻ നമ്മൾ പറയുന്നു. ബ്രാഞ്ചിന്റെ പൊസിഷൻ നമ്മൾ അവിടെ പറഞ്ഞു അല്ലെ? ബ്രാഞ്ചിന്റെ പൊസിഷൻ നമ്മൾ അവിടെ പറയാ. അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ബ്രാഞ്ചിന്റെ പൊസിഷൻ നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഹൈഫൺ ഇടുക. ഒരു നമ്പറും ഒരു പേരും വരുമ്പോൾ, നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഇടയിൽ ഒരു നമ്പറും ഒരു പേരും നമുക്ക് വരുമ്പോൾ അതിന്റെ ഇടയിൽ ഹൈഫൺ നിർബന്ധമാണ്. അപ്പോൾ ആ നമ്പർ 2 എന്ന് കഴിഞ്ഞ ഒരു ഹൈഫൺ ഇടുക. എന്നിട്ട് അടുത്തത് ബ്രാഞ്ചിന്റെ പേരാണ്. ബ്രാഞ്ചിന്റെ പേരെന്താ? മീഥൈൽ എന്നുള്ളതാണ്. അപ്പൊ ബ്രാഞ്ചിന്റെ പേര് കൊടുത്തു, മീഥൈൽ. ഇനി മെയിൻ ചെയിന്റെ പേര് നമ്മൾ അവിടെ എഴുതുന്നു. മെയിൻ ചെയിൻ എന്ന് പറഞ്ഞാൽ ബോക്സിലുള്ളതിന്റെ പേര്. അതിൽ എത്ര കാർബൺ ഉണ്ടായിരുന്നു? 5 കാർബൺ ഉണ്ടായിരുന്നു. അപ്പൊ 5 കാർബൺ ആണെങ്കിൽ പെന്റ് എന്ന് കൊടുക്കുക. ഇനി അതില് ഒക്കെ സിംഗിൾ ബോണ്ട് ആണ് വരുന്നത് കൊണ്ട് ANE. അപ്പൊ പെന്റെയിൻ. അപ്പൊ 2-methyl പെന്റെയിൻ എന്നുള്ളതാണ് പേര്. നിങ്ങൾ അവിടെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, അവിടെ ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. ഒറ്റ പേരാണ്, ഒരാളുടെ പേരാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഗ്യാപ്പ് ഇല്ലാതെ വേണം അവിടെ എഴുതാൻ എന്നുള്ളത് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഉള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നും കൂടെ ഒന്ന് കണ്ടു നോക്കുക എന്നുള്ളതാണ്. ഇനി ഞാനൊരു എക്സാമ്പിൾ കൂടെ, അടുത്തൊരു മോഡല് ഞാനിവിടെ ഒന്ന് എഴുതാം. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം എങ്ങനെയാണ് അതിന്റെ പേര് വരിക എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഞാനൊന്ന് എഴുതാം. ഈ ഒരു കോമ്പൗണ്ട് ഇപ്പൊ CH3 CH2 CH2 CH3 ഒരു ബ്രാഞ്ച് CH2 CH3. ഇതാണ് നമ്മുടെ കോമ്പൗണ്ട്. ഈ ഒരു കോമ്പൗണ്ടിന്റെ പേര് എങ്ങനെയായിരിക്കും നമ്മൾ കൊടുക്കാം? ഈ ഒരു കോമ്പൗണ്ടിന്റെ പേര് നമ്മൾ എങ്ങനെയായിരിക്കും കൊടുക്കാം? നിങ്ങളൊന്ന് നോക്കിയേ. അപ്പൊ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഓരോ റൂൾ അനുസരിച്ചിട്ട് തന്നെ പഠിച്ചു പോവുക. അപ്പൊ നമുക്ക് തെറ്റില്ല. ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? എത്ര എൻഡുകൾ ഉണ്ട്? ഇതൊരു എൻഡാണ്, ഇതൊരു എൻഡാണ്, ഇത് അടുത്ത എൻഡാണ്, ഇത് മൂന്നാമത്തെ എൻഡാണ്. അപ്പൊ ഒരു എൻഡിൽ നിന്ന് തുടങ്ങി അടുത്ത എൻഡ് വരെ അത് എത്ര എൻഡുകൾ ഉണ്ടോ അതൊക്കെ ഒന്ന് എണ്ണി നോക്കുക നിങ്ങൾ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ആദ്യം ഇവിടെ നിന്ന് ഇങ്ങോട്ട് എണ്ണുന്നു, ഇടത്ത് നിന്ന് വലത്തോട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? എണ്ണുന്നു. അങ്ങനെ എണ്ണുമ്പോൾ എത്ര കാർബണുകളാണ് വരുന്നത് നോക്കുക. അപ്പൊ നോക്കിയേ, 1 2 3 4 5 കാർബൺ ആണ് വരുന്നത്. ഇനി ഞാൻ അങ്ങനെ മാത്രമാണോ എണ്ണാൻ കഴിയുക? അല്ല, ഈ എൻഡ് മുതൽ ഈ എൻഡ് വരെ എനിക്ക് എണ്ണിക്കൂടെ? അത് ക്രമമായിട്ട് തന്നെ എണ്ണണം. അപ്പൊ ഇവിടുന്ന് എണ്ണുമ്പോൾ 1 2 3 4 5 6 ഇങ്ങനെ എണ്ണുമ്പോൾ 5ഉം ഇങ്ങനെ എണ്ണുമ്പോൾ 6ഉം വന്നു. അപ്പൊ ഏതായിരിക്കും ലോങ് ചെയിൻ എന്ന് പറയുന്നത്? മുഖ്യ ചെയിൻ, ഏറ്റവും വലിയ ചെയിൻ എന്ന് പറയുന്നത് ഏതാണ്? അത് 6 എണ്ണം വരുന്നതാണ്. മനസ്സിലായോ? അപ്പൊ ആ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കി. എപ്പോഴും നേരെ വരുന്നത് തന്നെ മെയിൻ ചെയിൻ ആവണമെന്നില്ല. അപ്പൊ നമ്മൾ അതിനനുസരിച്ചിട്ട് മെയിൻ ചെയിൻ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് മനസ്സിലായി ഇങ്ങനെയുള്ളതാണ് മെയിൻ ചെയിൻ. അപ്പൊ ആ മെയിൻ ചെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ബോക്സ് ആക്കുന്നു. മെയിൻ ചെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ബോക്സ് ആക്കി എഴുതി. മെയിൻ ചെയിൻ നമ്മൾ ബോക്സ് ആക്കി. ഇനി അടുത്ത ചെയ്യേണ്ടത് എന്താണ്? അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്പർ കൊടുക്കുക എന്നുള്ളതാണ്. മെയിൻ ചെയിൻ എന്ത് ചെയ്യുക? നമ്മൾ നമ്പർ കൊടുക്കുക. മെയിൻ ചെയിൻ ബോക്സിലാക്കി വെച്ചു. ഇനി മെയിൻ ചെയിന് നമ്പർ കൊടുക്കുക. നമ്മൾ എങ്ങനെയാണോ എണ്ണിയത് അതേപോലെ നമ്പർ കൊടുക്കുക. അപ്പൊ ഞാൻ നമ്പർ കൊടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. എങ്ങനെയാണ് നമ്മൾ നമ്പർ കൊടുക്കുക? നമ്പർ കൊടുക്കുന്നത് ശ്രദ്ധിക്കുക. 1 2 3 4 5 6. നേരെ തിരിച്ചു നമ്പർ ചെയ്യുക. 1 2 3 4 5 6. രണ്ട് രീതിയിലും നമ്മൾ ഇടത്തുനിന്ന് വലത്തോട്ടും നേരെ തിരിച്ചും നമ്പർ ചെയ്യുന്നു. രണ്ട് രീതിയിലും നമ്പർ ചെയ്തു. ഇനി നിങ്ങൾ മനസ്സിലാക്കി ഇതാണ് ബ്രാഞ്ച് അല്ലെ? അത് ഓൾറെഡി നമ്മൾ മനസ്സിലാക്കി. ആ ബ്രാഞ്ച് വരുന്ന കാർബൺ ഇതാണ്.
ആ കാർബണിന്റെ മുകളിൽ 2 നമ്പർ ഉണ്ട്, 4ഉം 3ഉം. അപ്പൊ ഏതാണ് നമ്മൾ ബ്രാഞ്ചിന്റെ പൊസിഷൻ ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്? ഏത് നമ്പറാ? ചെറിയ നമ്പറാണ്. അപ്പൊ ഏതാണ്? 3 ആണ് അവിടുത്തെ ബ്രാഞ്ചിന്റെ പൊസിഷൻ ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ പഠിച്ചതാണ് അല്ലെ. ഇനി ബ്രാഞ്ചിന്റെ പേരെന്താ? ബ്രാഞ്ചിന്റെ പേര് നമുക്ക് നേരത്തെ അതേപോലത്തെ പേരാണ്. എന്താണ്? ഒരു കാർബൺ ആണുള്ളത്. ഒരു കാർബൺ ആണെങ്കിൽ നമ്മൾ എന്താ പറയാ? മെത്ത് എന്ന് പറയും. ബ്രാഞ്ച് ആയതുകൊണ്ട് YL എന്ന് ചേർക്കും. അപ്പൊ എന്താ? മീത്തായിൽ. എന്താ പേര്? മീത്തായിൽ എന്നാണ് നമ്മുടെ ബ്രാഞ്ചിന്റെ പേര്. മീതായിൽ എന്നുള്ളതാണ് നമ്മുടെ ബ്രാഞ്ചിന്റെ പേര്. ഇനി എങ്ങനെ അതിന്റെ പേര് കൊടുക്കുക? നിങ്ങളൊന്ന് പറഞ്ഞേ. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ബ്രാഞ്ചിന്റെ പൊസിഷൻ ഏതാ? 3 എഴുതി. ഇനി ബ്രാഞ്ചിന്റെ അടുത്ത എന്താ? ബ്രാഞ്ചിന്റെ പേര്. അപ്പൊ ഒരു നമ്പർ അടുത്ത പേര് വരുമ്പോ അവിടെ എന്ത് വേണം? ഹൈഫൺ വേണം അല്ലെ. ഹൈഫൺ ഇട്ടു. ഇനി ബ്രാഞ്ചിന്റെ പേരെന്താ? മീത്തായിൽ. എന്താ പേര്? മീത്തായിൽ. പേര് മീത്തായിൽ. അപ്പൊ 3 ഹൈഫൺ മീത്തായിൽ. ഇനി മെയിൻ ചെയിന്റെ പേര്. മെയിൻ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട്? 6 കാർബൺ. ഒക്കെ സിംഗിൾ ബോണ്ട്. അപ്പൊ എന്താ പറയാ നമ്മള്? 6 കാർബൺ ആണെങ്കിൽ ഹെക്സ്, ഒക്കെ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ANE. അപ്പൊ എന്താ വരിക? ഹെക്സൈൻ. എന്താ വരിക? ഹെക്സൈൻ എന്നാണ് പേര് വരിക. എന്താ പേര് വരിക? ഹെക്സൈൻ എന്നാണ് പേര് വരിക. അപ്പൊ ഇത് മലയാളത്തിൽ എഴുതാം ഹെക്സൈൻ കേട്ടാ. ഹെക്സൈൻ എന്നാണ് പേര് വരിക. ഓക്കെ, ഹെക്സൈൻ എന്നാണ് പേര് വരിക. അപ്പൊ എന്താ പേര്? ടോട്ടൽ ആ കോമ്പൗണ്ടിന്റെ പേരെന്താ? 3 മീഥൈൽ ഹെക്സൈൻ എന്നാണ് ആ കോമ്പൗണ്ടിന്റെ പേര് വരുന്നത്. 3 മീഥൈൽ ഹെക്സൈൻ എന്നാണ് ആ കോമ്പൗണ്ടിന്റെ പേര് വരുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. ഇനി ക്ലിയർ ആവാത്തവർ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് അത് കാണാം. ഇനി ഞാൻ അടുത്തൊരു കോമ്പൗണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോളാം. ഇതിന്റെ പേരെന്താന്ന് നിങ്ങൾ പറയണം കേട്ടോ. CH3 അതിനു മുമ്പ് നിങ്ങൾ ഈ ഒരു കോമ്പൗണ്ട് നോക്കാം. ഇവിടെ ശ്രദ്ധിച്ചാൽ ഈ ഒരു കോമ്പൗണ്ട് നിങ്ങൾ ഒന്ന് നോക്കിയാൽ അറിയാൻ പറ്റും. ഇവിടെ എത്ര ബ്രാഞ്ച് ആണുള്ളത്? ഇത് നോക്കിയിട്ട് നമുക്ക് ആ എക്സാമ്പിളിലേക്ക് പോവാം. ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ ഒരു ബ്രാഞ്ച് ആണോ ഉള്ളത്. ഇത് കണ്ടാൽ തന്നെ അറിയാം. ഇവിടെ 2 ബ്രാഞ്ചുകൾ ഉണ്ട് അല്ലെ. 2 ബ്രാഞ്ചുകൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. 2 ബ്രാഞ്ചുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത് ചോദിച്ചാല്, ഇങ്ങനെ ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചുകൾ വന്നാൽ അവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചെറിയൊരു വ്യത്യാസം മാത്രമേ അവിടെ വരുള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താന്ന് ചോദിച്ചാല്, ഇവിടെ മെയിൻ ചെയിൻ എന്ന് പറയുന്നത് ഇങ്ങനെ 2 കാർബണോ അതിൽ കൂടുതലൊക്കെ ബ്രാഞ്ച് വരുമ്പോൾ മിക്കവാറും മെയിൻ ചെയിൻ തന്നെ ആയിരിക്കും. എന്ത്? സ്ട്രെയിറ്റ് ചെയിൻ തന്നെ ആയിരിക്കും അതിന്റെ മെയിൻ ചെയിൻ ആയിട്ട് വരിക. അപ്പൊ അത് ബോക്സിലാക്കി വെക്കുക. എന്നിട്ട് നമ്പർ എണ്ണി നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് നമ്പർ ചെയ്യുക. മുകളിൽ നമ്പർ ചെയ്തു, താഴെയും ഞാൻ നമ്പർ ചെയ്തിട്ടുണ്ട്. 2 രീതിയിലും നമ്പർ ചെയ്തു. ഓക്കെ, ഇതിൽ ഓൾറെഡി നമ്പർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഓൾറെഡി എന്ത് ചെയ്തു? മുകളിൽ നിന്ന് താഴോട്ട് 2 സൈഡിലേക്കും നമ്പർ ചെയ്തു. ഇനി നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ ചെയിനുകളുടെ, ഈ ബ്രാഞ്ചുകളുടെ നമ്പർ കിട്ടണം. അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. എല്ലാ കുട്ടികൾക്കും തെറ്റുപറ്റുന്ന ഒരു ഭാഗമാണിത്. എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചോട്ടാ. ഇവിടെ 2 ചെയിനുകൾ, മുകളിലും നമ്പർ, താഴെയും നമ്പറുകൾ ഉണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇതിന് നമ്പർ എടുക്കുക? രണ്ട് ബ്രാഞ്ച് ആണുള്ളത്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, എത്ര ബ്രാഞ്ച് ഉണ്ടോ അത്ര നമ്പറുകൾ ഉണ്ടാവും. ഒരു ബ്രാഞ്ച് ഉണ്ടെങ്കിൽ ഒരു നമ്പർ ആയിരിക്കും ഉണ്ടാവുക. 2 ബ്രാഞ്ച് ഉണ്ടെങ്കിൽ 2 നമ്പർ ഉണ്ടാവും. 3 ബ്രാഞ്ച് ഉണ്ടെങ്കിൽ എന്തായാലും പേരിന്റെ കൂടെ 3 നമ്പർ ഉണ്ടായിരിക്കും. ഇവിടെ എത്ര ബ്രാഞ്ച് ഉണ്ട്? ഇവിടെ നമുക്ക് 2 ബ്രാഞ്ച് ആണുള്ളത്. എത്ര ബ്രാഞ്ച് ആണുള്ളത്? 2 ബ്രാഞ്ച് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ 2 നമ്പർ നിർബന്ധമായിട്ട് വരും. ഓക്കെ, അപ്പൊ നമുക്ക് മുകളിൽ നിന്ന് നമ്പർ നോക്കാം. മുകളിലത്തെ നമ്പർ നോക്കുമ്പോൾ ഇവിടെ 1, 2, 3. മൂന്നാമത്തെ കാർബണിൽ 3 എന്ന് പറയുന്ന നമ്പർ ഉണ്ട്. അതുപോലെ 4 ഇല്ല, 5 ഇല്ല, 6 എന്ന് പറയുന്ന നമ്പർ ഉണ്ട്. അപ്പൊ മുകളിൽ നിന്ന് നോക്കുമ്പോൾ 3 ഉണ്ട്, 6 ഉണ്ട്. അത് മാത്രം നോക്കിയാൽ മതിയോ? നേരെ തിരിച്ചു നോക്കണം. നേരെ തിരിച്ചു നമ്മൾ നോക്കുക. നേരെ തിരിച്ചു നോക്കുമ്പോ എങ്ങനെയാണ്? നേരെ തിരിച്ചു നോക്കുക എന്ന് പറയുമ്പോൾ അടിയിലത്തെ നമ്പർ നോക്കുക. അടിയിലത്തെ നമ്പർ നോക്കിയേ. 1. 1 ബ്രാഞ്ച് ഉണ്ടോ? ഇല്ല. 2. 2 ബ്രാഞ്ച് ഉണ്ടോ? നിങ്ങൾ അവിടെ ഒരു കാര്യം കൺഫ്യൂഷൻ വരും. അവിടെ മുകളിലേക്കല്ല ബ്രാഞ്ച്, അപ്പൊ മുകളിലത്തെ നമ്പർ എടുത്താൽ പോരെ. അങ്ങനെയല്ല നോക്കേണ്ടത്. ആ 2 എന്ന് പറയുന്ന കാർബണില്
എന്തുണ്ടോ, ബ്രാഞ്ച് ഉണ്ടോ എന്ന് മാത്രമാണ് നോക്കേണ്ടത്. അപ്പൊ രണ്ട്, അടിയത്തെ നമ്പർ 2 എന്ന് പറയുന്ന കാർബണിൽ ബ്രാഞ്ച് ഉണ്ട്. അപ്പൊ ഒരു നമ്പർ എന്താ, 2. ഒരു നമ്പർ എന്താ, 2. ഇനി 3-ലുണ്ടോ, ഇല്ല. 4-ലുണ്ടോ, ഇല്ല. 5-ലുണ്ടോ, 5 എന്ന് പറയുന്ന കാർബണിൽ ഒരു ബ്രാഞ്ച് ഉണ്ട്. അപ്പോ 2,5. 2 ബ്രാഞ്ചുകളാണ് ഇവിടെ ഉള്ളത്. 2 നമ്പർ നിർബന്ധമായിട്ടും വരും. ഇതാണ് ഒരു നമ്പർ 3,6, അടുത്തത് 2,5. ഇതിൽ ഏതെടുക്കും, അതാണ് ഒരു കൺഫ്യൂഷൻ വരിക. ഇതിൽ ഏതെടുക്കുക, ഇതിൽ എടുക്കേണ്ടത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ ചെറുതാണ് എടുക്കേണ്ടത്. ഇതിൽ ചെറുതേതാണ്, ചെറുതേതാന്ന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ രണ്ടും കൂടി കൂട്ടി ചെറിയ നമ്പർ വരുന്നതാണ് എടുക്കേണ്ടത്. അപ്പൊ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഇതാണ് എന്ത്, ഇതിൽ ചെറുത്, ഇതാണ് ഇതിൽ ചെറുത്. അപ്പൊ ഈ നമ്പറാണ് 2,5 എന്ന് പറയുന്ന നമ്പറാണ് നമ്മൾ അവിടെ സെലക്ട് ചെയ്യേണ്ടത്. 2,5 എന്ന് പറയുന്ന നമ്പറാണ് നമ്മൾ അവിടെ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ പേരൊന്ന് കൊടുത്തു നോക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ചെറിയൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്പർ കൊടുക്കുന്നു. നമ്പർ ഏതെടുത്തത്, 2,5. ഓക്കെ, 2,5 എന്ന് എടുത്തു. 2,5 എന്ന് എടുത്തു. 2,5. ഇനി അടുത്ത എന്താ ചെയ്യേണ്ടത്, നമ്പർ കൊടുത്തേ, നമ്പർ ഇട്ടു 2,5. ഇനി ബ്രാഞ്ചിന്റെ പേരാണ് കൊടുക്കേണ്ടത് അല്ലെ. ഇവിടെ എത്ര ബ്രാഞ്ച് ഉണ്ട്, 2 ബ്രാഞ്ച് ഉണ്ട് അല്ലെ. ഫസ്റ്റ് ബ്രാഞ്ച് ഇതൊരു CH3 ആണ്, ഇതും എന്താണ്, CH3 ആണ്. അപ്പൊ ഈ ബ്രാഞ്ചിന്റെ പേരെന്താണ്, ഈ ബ്രാഞ്ചിന്റെ പേര് മീഥൈൽ എന്നാണ് അല്ലെ. മീഥൈൽ എന്നുള്ളതാണ്. ഈ ബ്രാഞ്ചിന്റെ പേരും എന്ത് തന്നെയാണ്, മീഥൈൽ എന്ന് തന്നെയാണ് പേര്. മലയാളത്തിൽ എഴുതുന്നില്ല, നമുക്കറിയാലോ മീഥൈൽ എന്ന് നമ്മൾ നേരത്തെ എഴുതിയല്ലോ. അത് തന്നെയാണ് രണ്ടിന്റെയും പേര് അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെ ബ്രാഞ്ചിന്റെ പേര് കൊടുക്കുക, മീഥൈൽ എന്ന് പറയണം. എന്റെ കയ്യിൽ 2 പെന്നുണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ എങ്ങനെ പറയാ, പെന്ന് എന്ന് പറയോ, ഇല്ലല്ലോ, 2 പെന്ന് എന്നാ പറയാം അല്ലെ. അതുപോലെ എന്റെ കയ്യിൽ 2 മീഥൈൽ ഉണ്ടെങ്കിൽ ഞാൻ എന്താ പറയുള്ളൂ, 2 മീഥൈൽ എന്നേ പറയുള്ളൂ. അപ്പൊ ഈ 2 എന്ന് പറയാൻ വേണ്ടി ഇവിടെ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഉപയോഗിക്കുന്ന വേർഡാണ് ഇത്, വേർഡാണ് നമ്മള് ഡൈ എന്നുള്ളത്. എന്താണ്, ഡൈ എന്നുള്ള പേര്. ഇവിടെ മലയാളത്തിൽ ഡൈ എന്നുള്ള പേര്. 2 ആണെങ്കിൽ അതിന് ഡൈ എന്ന് പറയും, 3 ആണെങ്കിൽ ട്രൈ എന്ന് പറയും, 4 ആണെങ്കിൽ ടെട്ര എന്ന് പറയും. എന്താണ്, 2 ആണെങ്കിൽ ഡൈ എന്ന് പറയും. ഈ ലാസ്റ്റത്തെ ഈ 4ാമത്തെ പോയിന്റ് ഒന്ന് നിങ്ങൾ നോക്കുക. 2 ആണെങ്കിൽ ഡൈ, 3 ആണെങ്കിൽ ട്രൈ, 4 ആണെങ്കിൽ ടെട്ര എന്നുള്ളതാണ് നമ്മൾ പേര് കൊടുക്കുക. അപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ഇവിടെ 2 ബ്രാഞ്ച് ആണ് ഒരുപോലത്തെ ഉള്ളത്. അപ്പൊ നമ്മൾ പേരിന്റെ കൂടെ എന്താ ചേർക്കുക, ഡൈ എന്നാണ് ചേർക്കുക. എന്താ ചേർക്കുക, ഡൈ. 2,5 ഡൈ, ഡൈ, ഡൈ. ഇനി 2 എന്താ, 2 മീഥൈൽ ഗ്രൂപ്പ് അല്ലേ. അപ്പൊ ഡൈ മീഥൈൽ, ഡൈ മീഥൈൽ, മീഥൈൽ. ഇനി മെയിൻ ചെയിന്റെ പേര് പറയാം. മെയിൻ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട്, 7 കാർബൺ അല്ലെ. 7 കാർബൺ ഒക്കെ സിംഗിൾ ബോണ്ട്. അപ്പൊ എന്താ പറയാ, 7 ആണെങ്കിൽ പെന്റ് അല്ലെ, ഹെപ്റ്റ് അല്ലെ. അപ്പൊ 7 കാർബൺ ഹെപ്റ്റ്, ഒക്കെ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ഹെപ്റ്റൈൻ. എന്താ പറയാ, ഹെപ്റ്റൈൻ. ഓക്കെ, മലയാളത്തിൽ എങ്ങനെ എഴുതാ, ഒക്കെ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഹെപ്റ്റൈൻ, ടെയിൻ എന്ന് വരും. ഹെപ്റ്റൈൻ. ഓക്കെ, അപ്പോ 2,5 ഡൈ മീഥൈൽ ഹെപ്റ്റൈൻ എന്നുള്ളതാണ് നമ്മുടെ കോമ്പൗണ്ടിന്റെ പേര്. അപ്പോൾ 2 ബ്രാഞ്ച് ഒരുപോലത്തെ വരികയാണെങ്കിൽ നമ്മൾ അവിടെ ഡൈ എന്ന് കൊടുക്കണം, 3 ആണെങ്കിൽ ട്രൈ എന്നും നമ്മൾ അവിടെ കൊടുക്കണം എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. അങ്ങനെയാണെങ്കിൽ ഈ കോമ്പൗണ്ടിന്റെ പേര് ഒന്ന് പറഞ്ഞെങ്കിൽ ഇതെങ്ങനെ കൊടുക്കാം, നമ്മൾ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് വന്നാൽ ഇതിനെങ്ങനെ പേര് കൊടുക്കും. ഇതിന് ബ്രാഞ്ച് ഉണ്ട്, എപ്പോഴും എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. ഇതിന് ബ്രാഞ്ച് ഉണ്ട് അല്ലെ. ബ്രാഞ്ച്, എത്ര ബ്രാഞ്ചാണ് ഇവിടെ ഉള്ളത്, എത്ര ബ്രാഞ്ച് ഉള്ളത്, 2 ബ്രാഞ്ചുകളാണുള്ളത്. അതെങ്ങനെ മനസ്സിലാക്കുക, ഇവിടെ നമ്മൾ എത്ര എൻഡുകളാണുള്ളത്, 1, 2, 3, 4 എൻഡുകൾ ഉണ്ട്. അപ്പൊ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എണ്ണാം. ആദ്യം എങ്ങനെ എണ്ണാം, 1, 2, 3 ഇങ്ങനെ എണ്ണാം, 1, 2, 3 ഇങ്ങനെ എണ്ണാം, 1, 2, 3 എങ്ങനെ വേണമെങ്കിലും എണ്ണിയാലും അവിടെ എത്ര കാർബൺ ആണ്, 3 കാർബൺ ആണ് വരുന്നത് അല്ലെ. 3 കാർബൺ ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 3 കാർബൺ ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഇനി
ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? അപ്പൊ മെയിൻ ചെയിൻ ഏതാന്ന് ഞാൻ ഏതിലൊന്ന് മെയിൻ ചെയിൻ അത് തന്നെ സ്ട്രേറ്റ് ചെയിൻ തന്നെ മെയിൻ ചെയിൻ ആക്കി എടുക്കുന്നു. അപ്പൊ ഇതിനെ നമ്പർ ചെയ്യാം 1 2 3 തിരിച്ച് നമ്പർ ചെയ്യുന്നു 1 2 3. ഇപ്പൊ 2 ബ്രാഞ്ചുകളാണുള്ളത് അല്ലെ. അപ്പൊ എങ്ങനെ പൊസിഷൻ കിട്ടുക? നിങ്ങളൊന്ന് പറഞ്ഞു പൊസിഷൻ എങ്ങനെ കിട്ടുക? ഞാൻ പറഞ്ഞിരുന്നു 2 ബ്രാഞ്ച് ഉണ്ടെങ്കിൽ എന്തായാലും 2 നമ്പർ വരണം. എന്താ പറഞ്ഞത്? 2 ബ്രാഞ്ച് ഉണ്ടെങ്കിൽ എന്തായാലും 2 നമ്പർ വരണം. അപ്പൊ ഇവിടെ 2 ബ്രാഞ്ച് ഞാൻ മുകളിലത്തെ നമ്പർ നോക്കുന്നു. മുകളിലത്തെ നമ്പർ നോക്കുമ്പോൾ 2ലാണ് ബ്രാഞ്ച് വരുന്നത് അല്ലെ. 2ൽ എത്ര ബ്രാഞ്ച് വരുന്നുണ്ട്? 2 ബ്രാഞ്ച് വരുന്നുണ്ട്. രണ്ടാമത്തെ കാർബൺ മുകളിലത്തെ നമ്പർ മാത്രമാണ് നോക്കുന്നത്. മുകളിലത്തെ 2 എന്ന് പറയുമ്പോൾ ആ കാർബണിൽ 2 ബ്രാഞ്ച് വരുന്നുണ്ട്. അപ്പൊ മുകളിലത്തെ നമ്പർ എഴുതുമ്പോൾ 2,2 എന്ന് എഴുതി. ഇനി അടിയത്തെ നമ്പർ നോക്കുമ്പോഴും ആ കാർബണിന്റെ നമ്പർ എത്രയാണ്? 2 ആണ്. ആ രണ്ടാമത്തെ കാർബണിൽ എത്ര വരുന്നുണ്ട്? 2 കാർബൺ വരുന്നുണ്ട്. അപ്പൊ അതും എന്ത് തന്നെയാണ്? 2,2 എന്നുള്ളത് തന്നെയാണ്. മനസ്സിലായോ? അപ്പൊ മോളിത്തെ എടുത്താലും താഴെ എടുത്താലും 2,2 ആണ്. അല്ലാതെ മോളിത്തെയും താഴത്തെയും നമ്പർ കൂട്ടിയെടുത്തതെല്ലാം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്. ക്ലിയർ ആയോ? മുകളിലത്തെ കാർബൺ എന്ന് പറയുന്നതിന്റെ 2 അതാണ് ഇത്. അതെടുക്കുമ്പോൾ ആ കാർബണിൽ 2 ബ്രാഞ്ച് വരുന്നുള്ളത് കൊണ്ടാണ് 2,2. ഇനി അടിയത്തെ 2 എടുക്കുമ്പോഴും അവിടെ എന്ത് വരുന്നുണ്ട്? 2 ബ്രാഞ്ച് വരുന്നുണ്ട്. അതുകൊണ്ട് അവിടെ 2,2. അങ്ങനെയാണ് ഈ 2,2 എന്ന് കിട്ടിയത്. ക്ലിയർ ആയോ? അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. എപ്പോഴും തെറ്റുപറ്റുന്നതാണ്. ഒരു ചെറിയ കാര്യം തെറ്റിയാൽ മതി, ഇതിന് മാർക്ക് ഒന്നും കിട്ടാത്തൊരവസ്ഥ വരും. എല്ലാതും കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് വെല്ല പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പൊ 2,2 എന്നുള്ളത് കിട്ടി. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ബ്രാഞ്ചിന്റെ പേര് കൊടുക്കുന്നു. എത്ര ബ്രാഞ്ചാ? രണ്ടും മീതയിലല്ലേ? 2 മീതയിലാണ്. ഇതും മീതയിലാണ്, ഇതും മീതയിലാണ് അല്ലെ. അപ്പൊ 2 മീതയിൽ അതെങ്ങനെ പറയാ? ഡൈ ഡൈ മീതൈൽ ഡൈ മീതൈൽ ഡൈ മീതൈൽ ഡൈ മീതൈൽ ഡൈ മീതൈൽ. ഇനി മെയിൻ ചെയിന്റെ പേരെന്താ? 3 കാർബൺ അല്ലേ, ഒക്കെ സിംഗിൾ ബോണ്ട് ആണ്. പ്രൊപ്പൈൻ. എന്താണ്? പ്രൊപ്പൈൻ. പ്രൊപ്പൈൻ ഡൈ മീതൈൽ പ്രൊപ്പൈൻ കേട്ടോ. പ്രൊപ്പൈൻ പ്രൊപ്പൈൻ. ഓക്കെ, ഡൈമീതൈൽ പ്രൊപ്പൈൻ എന്നുള്ളതാണ്. പ്രൊപ്പൈൻ എന്നുള്ളതാണ് ഇതിന്റെ പേര്. പ്രൊപ്പൈൻ എന്നുള്ളതാണ് ഇവിടെ പേര് വരുന്നത് കേട്ടോ. 2 പ്രൊപ്പൈൻ കേട്ടോ. പ്രൊപ്പൈൻ എന്നുള്ളതാണ് ഇതിന്റെ പേര് വരുന്നത്. അപ്പൊ ഇതിന്റെ പേരൊന്ന് നോക്കിയേ. 2,2 ഡൈമീതൈൽ പ്രൊപ്പൈൻ. 2 ബ്രാഞ്ച് ഉണ്ടെങ്കിൽ 2 നമ്പർ നിർബന്ധമാണ്. 3 ബ്രാഞ്ച് ഉണ്ടെങ്കിൽ 3 നമ്പർ എന്തായാലും വന്നിരിക്കും. ഓക്കെ, ക്ലിയർ ആക്കാം. 2 നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഡൈ എന്ന് വരും. 3 നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ ട്രൈ എന്ന് വരും. 4 ആണെങ്കിൽ ടെട്ര എന്നുള്ളത് വരും എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ബ്രാഞ്ച് ഹൈഡ്രോ കാർബണിന്റെ ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആൽക്കീനുകളുടെ നാമകരണമാണ്. ഏതാണ്? ആൽക്കീൻ. ആൽക്കൈൻ നമ്മളിപ്പോ കഴിഞ്ഞു. ഇനി ആൽക്കീൻ ആണ് പറയുന്നത്. ആൽക്കീൻ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട്. ഡബിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട് നമ്മൾ എങ്ങനെയാണ് അതിന് പേര് കൊടുക്കുക എന്നുള്ളതാണ് കൃത്യമായിട്ട് പറയാൻ പോകുന്നത്. ഡബിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട്. അപ്പോൾ ഡബിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട് വരുമ്പോൾ എങ്ങനെയാണ് പേര് കൊടുക്കുക? നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ CH2 ഡബിൾ ബോണ്ട് CH2. ഇതിന്റെ പേരെന്താ എന്ന് ചോദിച്ചാല് നമുക്കറിയാൻ പറ്റും. 2 കാർബൺ ആയതുകൊണ്ട് എന്താണ്? എത്ത് എന്ന് പറയും അല്ലെ. 2 ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് ഈഥീൻ എന്ന് നമ്മൾ പേര് കൊടുക്കും അല്ലെ. ഈഥീൻ എന്ന് നമ്മൾ പേര് കൊടുക്കും. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 2 കാർബൺ ഒക്കെ ആവുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ 3 കാർബൺ വരെ നമുക്ക് ഈ രീതിയിൽ പേര് കൊടുക്കാം. പക്ഷെ 3ൽ കൂടുതൽ കാർബണുകൾ വരുമ്പോൾ, എക്സാമ്പിൾ ആയിട്ട് CH ഡബിൾ ബോണ്ട് CH3 ഇങ്ങനത്തെ കാർബണുകൾ വരുമ്പോൾ, ഒരു 2ൽ കൂടുതൽ കാർബണുകളൊക്കെ നമുക്ക് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പേര് കൊടുക്കുക എന്നുള്ളത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, 2ൽ കൂടുതൽ കാർബണുകൾ നമ്മൾ വരുമ്പോൾ നമ്മൾ പേര് എങ്ങനെയാണ്, അതിൽ ഡബിൾ ബോണ്ടും വരുന്നു, അങ്ങനെയാകുമ്പോൾ നമ്മൾ പേര് എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അതെങ്ങനെയാണ് നമ്മളത് അവിടെ കൊടുക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ ഒരു CH3 ഗ്രൂപ്പ് നമ്മൾ
4 കാർബണുകളാണ് ഇതിനുള്ളത്. അതിൽ ഒരു ഡബിൾ ബോണ്ട് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഡബിൾ ബോണ്ട് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പേര് കൊടുക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. അല്പം എല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എങ്ങനെയാണ് നമ്മൾ പേര് കൊടുക്കുക എന്നുള്ളത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്പർ ചെയ്യുക എന്നുള്ളതാണ്. ഒരു എൻഡിൽ നിന്ന് തുടങ്ങി വേറെ എൻഡ് വരെ നമ്പർ ചെയ്യാം. ഒന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, നമ്പർ ചെയ്യാൻ പോവാണ്. ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കാം, കാർബണുകൾക്ക് 1 2 3 4 നേരെ തിരിച്ച് നമ്പർ ചെയ്യാം. 1 2 3 4. എന്തിനാണ് ഈ നമ്പർ എന്ന് ചോദിച്ചാൽ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ കണ്ടുപിടിക്കാനാണ്. എന്തിന്റെയാണ്? ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ കണ്ടുപിടിക്കാനാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കേണ്ടത് ഈ ഡബിൾ ബോണ്ട് വന്നിട്ടുള്ള കാർബൺ ഉണ്ടല്ലോ, ഈ കാർബണും ഈ കാർബണും, ആ കാർബണുകൾക്ക് മുകളിലുള്ള നമ്പറുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. 2 ഉണ്ട്, 3 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. അതിൽ ഏറ്റവും ചെറിയ നമ്പറാണ് അതിന്റെ പൊസിഷൻ. എന്താ ചെയ്തത്? നേരത്തെ നമ്പർ ഇതുപോലെ നമ്പർ ചെയ്യുന്നു. എന്നിട്ട് ഡബിൾ ബോണ്ട് വരുന്ന 2 കാർബണിന്റെ ഇടയിലായിരിക്കുമല്ലോ ഡബിൾ ബോണ്ട് വരിക. ആ കാർബണിന്റെ മുകളിൽ വരുന്ന നമ്പറുകൾക്ക് ഒന്ന് നോക്കുക. അതിൽ ഏറ്റവും ചെറിയ ഒരു നമ്പർ മാത്രം എടുത്താൽ മതി. അതാണ് അതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും നമ്മൾ പേര് കൊടുക്കുക? ആദ്യം ശ്രദ്ധിച്ചോ, ഇതിന്റെ പേര് കൊടുക്കുന്ന ഓർഡർ ആണ്. ആദ്യം പദമൂലം, വേർഡ് റൂട്ട് കൊടുക്കുക, പിന്നെ ഹൈഫൺ. പദമൂലം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ ആണ്. അപ്പോൾ നമ്മുടെ പേര് എന്ന് പറയുന്നത് പദമൂലം എന്ന് പറയുന്നത്, വേർഡ് റൂട്ട് എന്ന് പറയുന്നത് എന്താണ്? ബ്യൂട്ട് ആണ്. എന്താണ്? ബ്യൂട്ട്. ബ്യൂട്ട് എന്ന് കൊടുക്കുക. ബ്യൂട്ട് ആദ്യം ഇംഗ്ലീഷിൽ എഴുതാം, ബ്യൂട്ട്. ഇനി ഞാൻ എഴുതേണ്ടത് ഡബിൾ ബോണ്ടിന്റെ എന്താണ് സ്ഥാനാണ് എഴുതാൻ പോകുന്നത്. അടുത്ത് എഴുതാൻ പോകുന്നത് ഡബിൾ ബോണ്ടിന്റെ സ്ഥാനം. ഡബിൾ ബോണ്ടിന്റെ സ്ഥാനത്തിലെ പറഞ്ഞ 2 ആണ് അല്ലെ, 2. അപ്പോൾ ഒരു പേര് ഒരു നമ്പർ വരുമ്പോൾ അതിന്റെ ഇടയിൽ ഹൈഫൺ നിർബന്ധമാണ്. അപ്പോൾ ബ്യൂട്ട് -2. ഇനി അടുത്ത് എന്താ എഴുതേണ്ടത്? ഇനി പിൻ പ്രത്യയം എന്ന് വെച്ചാൽ ഡബിൾ ബോണ്ട് വരുമ്പോൾ ENE നമ്മൾ കൊടുക്കുമല്ലോ, ഇ എന്ന് കൊടുക്കുമല്ലോ. അപ്പൊ അടുത്തവും ഒരു പേരാണ്, നമ്പറും പേരിന്റെ ഇടയിൽ ഹൈഫൺ നിർബന്ധമാണ്. ഇനി ഇ എന്ന് കൊടുക്കുന്നു. അതാണ് ഇതിന്റെ പേര്, ബ്യൂട്ട് 2E. അപ്പൊ ഞാൻ എഴുതുന്നു ബ്യൂട്ട് 2 എന്നുള്ളതാണ് ഇതിന്റെ പേര് വരുന്നത്. അപ്പൊ ബ്യൂട്ട് 2E. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. 2 സൈഡിൽ നിന്ന് നമ്പർ ചെയ്യുന്നു, 2 സൈഡിൽ നിന്ന് നമ്പർ ചെയ്യുക. എന്നിട്ട് ഡബിൾ ബോണ്ട് വരുന്ന കാർബണുകളുടെ മുകളിലെ നമ്പറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അതിൽ ഏറ്റവും ചെറിയ നമ്പർ സെലക്ട് ചെയ്യുക. അതാണ് ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ ആയിട്ട് വരാം. എന്നിട്ട് എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ ആണ്, ഇതുകൊണ്ട് ബ്യൂട്ട് എന്ന് എഴുതി, വേർഡ് റൂട്ട്. പിന്നെ ഹൈഫൺ, അതിന്റെ പൊസിഷൻ ഇടുക. പൊസിഷൻ എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ 2 ടു ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് EN എന്ന് കൊടുക്കുന്നു. വളരെ സിമ്പിൾ ആണ്, വളരെ എളുപ്പത്തിൽ നമുക്കത് കണ്ടുപിടിക്കാനും പറ്റും. ഇനി ട്രിപ്പിൾ ബോണ്ട് ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഈ കോമ്പൗണ്ടിന്റെ പേരെന്തായിരിക്കും? നിങ്ങളൊന്ന് പറഞ്ഞേ. ഇതെന്താ ഇതിന്റെ പേര്? നിങ്ങളൊന്ന് പറഞ്ഞ് ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങളൊന്ന് ചെയ്യാം, ഒന്ന് കമന്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ആൽക്കൈനുകളുടെ ട്രിപ്പിൾ ബോണ്ട് വരുന്ന കോമ്പൗണ്ടുകളുടെ പേരും ഇതേപോലെ തന്നെ വരുന്നത്, ഇതേ രീതിയിൽ തന്നെ വരിക. നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്കൊരു കോമ്പൗണ്ട് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ കോമ്പൗണ്ട് നിങ്ങളൊന്ന് പറഞ്ഞേ. CH3 ട്രിപ്പിൾ ബോണ്ട് CH2 CH3. നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്പർ ചെയ്യുന്നു. 1 മുകളിൽ നിന്ന് നമ്പർ ചെയ്യുക. മുകളിലത്തെ നമ്പർ നമ്മൾ കൊടുക്കുക. 1 2 3 4. അടിയിൽ നിന്ന് നമ്പർ കൊടുക്കുക. 1 2 3 4. ഇനി എന്താ പറഞ്ഞത്? ട്രിപ്പിൾ ബോണ്ട് വരുന്ന കാർബണുകളുടെ മുകളിലെ നമ്പറൊക്കെ എന്ത് ചെയ്യുക? നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. അതിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാ? 1. അപ്പൊ അതാണ് അതിന്റെ പൊസിഷൻ. ഇനി നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ആ പേര് കൊടുക്കുക. അവിടെ നമുക്ക് ENE ആയിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് എന്താ വരിക? ഇവിടെ നമുക്ക് വരുന്നത് YNE ആണ്. അയിൻ എന്നുള്ളതാണ് നമുക്ക് വരിക. അത്രയും നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. എന്താണ്? ഇവിടെ അയിൻ എന്നുള്ളതാണ്, YNE ആണ് നമുക്ക് വരിക എന്നുള്ളത് മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അപ്പൊ പേര് 4 കാർബൺ ആണെങ്കിൽ ബ്യൂട്ട്, 4 കാർബൺ ആണെങ്കിൽ ബ്യൂട്ട്. പിന്നെ പൊസിഷൻ ഏതാന്ന് പറഞ്ഞ 1 അല്ലെ. അപ്പൊ ഹൈഫൺ മറക്കരുത്, ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് YNE എന്ന് കൊടുക്കാൻ മറക്കരുത്. ഓക്കെ. അപ്പൊ ബ്യൂട്ട് 1E, ബ്യൂട്ട് 1E. അപ്പൊ ബ്യൂട്ട് 1E അല്ല, ഈനല്ല, എന്താണ്? അയിൻ. അയിൻ എന്ന് കൊടുക്കുക. ഓക്കെ. ട്രിപ്പിൾ ബോണ്ട് ആകുമ്പോൾ
ഐൻ എന്ന് നമ്മൾ പേരിന്റെ കൂടെ ചേർക്കുക. ട്രിപ്പിൾ ബോണ്ട് ആകുമ്പോൾ ഐൻ എന്ന് നമ്മൾ പേരിന്റെ കൂടെ ചേർക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും വന്നാലുള്ള മെത്തേഡ് ഒരേപോലെ തന്നെയാണ്. ഒരേപോലത്തെ കാര്യങ്ങളാണ് നമ്മളവിടെ ചെയ്യേണ്ടത്. ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും വന്നാൽ ഒരേപോലെയാണ്. അവിടെ ഡബിൾ ബോണ്ട് ആണെങ്കിൽ ENE എന്ന് കൊടുക്കുക, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ YNE എന്ന് കൊടുക്കുക എന്ന് മാത്രമാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ നോമൻക്ലേച്ചറുമായിട്ട് ബേസ് ആയിട്ട് നമ്മൾ നോമൻക്ലേച്ചറുമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഫംഗ്ഷൻ ഗ്രൂപ്പാണ്. അപ്പോൾ ഫംഗ്ഷൻ ഗ്രൂപ്പ് നമുക്ക് വേറെ തന്നെ എന്ത് ചെയ്യാം, ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആവാത്തവർ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കാണാം, നന്നായിട്ട് പഠിക്കാം. ഇത് പഠിച്ച് ക്ലിയർ ചെയ്തിട്ട് വേണം നമ്മൾ അടുത്തതിലേക്ക് പോകാൻ. എങ്കിൽ മാത്രമേ നമുക്ക് ഈ 2 ചാപ്റ്റർ ഇത് പഠിച്ചാൽ മാത്രമേ അടുത്ത ചാപ്റ്റർ നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കണം, 2ാമത്തെ ചാപ്റ്റർ നന്നായി പഠിച്ചാൽ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ ഇത് പഠിക്കാം. നിങ്ങളുടെ ഡൗട്ടുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യാം. ഓക്കെ, താങ്ക് യു.